സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന തുടക്കം മുതലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന രീതിയിലുള്ള അനുസരണം ചെറുപ്പത്തിലെ ഖുർആൻ പഠിക്കുന്നു. 10,000-കണക്കിന് ഖത്മ തീർത്ത ഒരു മഹാപണ്ഡിത ശ്രേണിയായ ഒരു മഹാനെ കാണാൻ നിങ്ങൾ കൊതിക്കുന്നു. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഒരു ഉസ്താദ് തന്നു, ശൈഖുനാന്റെ അടുത്ത് ത്വരീഖ് വേണം, എനിക്ക് ത്വരീഖ് വേണം, നിനക്ക് ഞാൻ ത്വരീഖത്ത് തന്നിരിക്കുന്നു. പോകാം. ആ ഉസ്താദിങ്ങ് പോന്ന് നാട്ടിലെത്തിയിട്ട് വന്ന് എനിക്ക് ശൈഖുന ത്വരീഖത്ത് ഭരിച്ച് വേറെ ദിക്റുണ്ടോ? എന്നോട് ത്വരീഖത്ത് തന്നു എന്നാ പറഞ്ഞത്. ദിക്റെന്നില്ലേ? ഇങ്ങനൊരാളാ ചെന്ന് ദിക്റ് വാങ്ങണ്ടേ? ത്വരീഖത്താകുമ്പോൾ വീണ്ടും ചെന്നു. ആ മനുഷ്യനാണ് എന്നോട് പറഞ്ഞത്. ആ മനുഷ്യൻ ഇന്ന് ഖബറിലാണ്. അല്ലാഹു വലിയ ദർദ നൽകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മദ്ഹ്, ആ മഹാന്മാരുടെ സ്ഥാനം, അത് കുറച്ച് കാണിക്കുന്ന ഒരു സംഘശക്തി ഇവിടെ വളരാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ വലക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലോത്ത പോലോത്ത വലിയ വലിയ പടുകൂറ്റൻ ആലിമീങ്ങൾ തീരുമാനിച്ച് അവരുണ്ടാക്കിയെടുത്ത ഒരു സംഘശക്തിയാണ്. ആ സംഘശക്തിയിലൂടെ വളർന്നു വന്നിട്ടുള്ള അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കഴിക്കണമോ അത് കഴിക്കാൻ പറ്റിയ ചങ്കൂറ്റമുള്ള ഒരു സംഘം ഇന്ന് കേരളത്തിന്റെ ഏത് മുക്കിലുമുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പറയാൻ ധൈര്യം ഈ സംഘശക്തിയുടേതാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു സബബായി അല്ലാഹു തആല മജ്‌ലിസിൽ മാറ്റി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട നേതാക്കന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, ഉമ്മബന്ധന്മാർ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതിന് ശേഷം ആ മനുഷ്യന്റെ നന്മതിന്മകളൊക്കെ രേഖപ്പെടുത്തി അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ മനുഷ്യന്റെ അമാലുകളെ, അഫ്ആലുകളെ, അഖ്വാലുകളെ വേർതിരിക്കപ്പെട്ടു നന്മയും തിന്മയും വേർതിരിച്ചു. നന്മയാണ് കൂടുതലെങ്കിൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നു. തിന്മയാണ് കൂടുതലെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയായി മാറുന്നു. ഈയൊരു ഇൻദാർ നമ്മളിലേക്ക് അയക്കാൻ, അറിയിക്കാൻ വേണ്ടിയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുള്ളത്. ആ ഹബീബായ തങ്ങളുടെ അഖ്വാലുകളും അഫ്ആലുകളും മൗനങ്ങളും ഇശാറത്തുകളുമെല്ലാം പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ ശരീഫ് 6000 ചില്ലാനും വരുന്ന ആയത്തുകൾ, ഒരർത്ഥത്തിൽ 6666 ആയത്തുകൾ. ആ ആയത്തുകളുടെ വിശദീകരണങ്ങളാണ് ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകളെ കൊണ്ട് ഈ മനുഷ്യരിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. മുത്ത് ഹബീബിന്റെ വിശദീകരണം തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകളായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 10 ലക്ഷത്തോളം ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മനപ്പാടമാക്കി എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകളുടെ വിശദീകരണം പോലെ ഈ ലോകത്തേക്ക്
നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അസ്ഹാബികൾ. 1,00,000 ചില്ലാനും വരുന്ന സ്വഹാബത്തികളാണ്. കുല്ലുഹും മിനൽ മുജ്തഹിദീൻ, അവര് മുഴുവനും ഇജ്തിഹാദിന് അർഹതയുള്ളവരാണ്, മുജ്തഹിദീങ്ങളാണ്. ആ മുജ്തഹിദീങ്ങളാകുന്ന സ്വഹാബത്തികൾ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടവരാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം പിടിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അവരെ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്. നമുക്ക് തോന്നും നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആഗ്രഹമാണ്. അല്ലാഹു തെരഞ്ഞെടുത്തിട്ടില്ല. അത് തെരഞ്ഞെടുത്തൊരു വിങ് തന്നെയാണ് അസ്ഹാബി. അവര് മുഴുവൻ മുജ്തഹിദീങ്ങളാണെന്ന് പറയണമെങ്കിൽ അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം അത് ചില്ലറ ഒരു സംസാരമല്ല. ഇത്രയും ജനറലായി എന്നെ കണ്ടുമുട്ടിയ, എന്റെ കരം പിടിച്ച, എന്റെ സദസ്സിൽ പങ്കെടുത്ത സഹാബ എന്ന മർത്തബയിലെത്തിയ ഒരാളുണ്ടോ? അവരേതെങ്കിലും ഒരാളെ പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താം. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നു. 1,00,000 ചില്ലാനും വരുന്ന സ്വഹാബത്തികളുണ്ട്. അതെ, 1,00,000 ചില്ലാനും വരുന്ന ത്വരീഖുകളുണ്ട്, തുർക്കുകളുണ്ട്. 1,00,000 ചില്ലാനും വരുന്ന ത്വരീഖുകളുണ്ട്. ആ ത്വരീഖുകൾ മുഴുവനും ചെന്നു ചേരുന്നത് ഇലൽ ജന്ന, സ്വർഗത്തിലേക്കാണ്. നമ്മളുടെ വകയിൽ ഇജ്തിഹാദ് ചെയ്യാനോ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കാനോ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനുള്ള ബുദ്ധി നമ്മൾ അല്ലാഹു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. മുജ്തഹിദീങ്ങളുടെ കാലം അതൊരു കാലമായിരുന്നു. അസ്ഹാബികൾ മുഴുവനും അതിന്റെ അഹ്ലുകാർ. പിന്നീട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഏറ്റെടുത്തവർ താബിഈങ്ങൾ. അവരും വലിയ വലിയ മർത്തബയിലുള്ള മഹാന്മാർ, അവരും വലിയ മുജ്തഹിദീങ്ങൾ. കാരണം എന്തേ? സയ്യിദുൽ വജൂദിന്റെ വചനങ്ങളെ ഓരോന്നും അതിന്റെ വഴികളും വന്ന റൂട്ടുകളും പൂർണ്ണമായി ഓർത്തെടുക്കുന്ന രീതിയിൽ 1 അല്ല 2 അല്ല 10 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് ഹദീസുകളെ മനസ്സാന്തരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് ആ സൂക്ഷ്മതകളെ ആവശ്യത്തിനനുസരിച്ച് ദീനിന്റെ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓർമ്മയിലേക്ക് വന്നുകൊണ്ട് ഹദീസുകളെ പിന്നാമ്പുറത്തിൽ നിന്നും ചിന്തിച്ചെടുത്ത് ആ ഹദീസുകളിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം കഴിവുള്ള വലിയ വലിയ ആലിമീങ്ങളാകുന്ന മഹാരഥന്മാർ അവരായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുടെ ബുദ്ധി നമുക്കോ വല്ലാഹി ഇല്ല എന്ന് നമുക്ക് പറയാം. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നീട് പോന്നു. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം, അല്ല മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട നമ്മളുടെ മദ്ഹബിന്റെ ഇമാമുന അസ്സയ്യിദ് മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാന്മാരെ പോലത്തെ പടുകൂറ്റൻ ആലിമീങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ മുഴുവനും കൈകാര്യം ചെയ്യാൻ പഠിച്ച മഹാന്മാർ. ഒരൊറ്റ മസ്അല കണ്ടുപിടിക്കാൻ വേണ്ടി ഖുർആനിന്റെ ഫാത്തിഹ മുതൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് വരെ നൂറുകണക്കിന് തവണ ഖത്ം തീർത്ത മഹാന്മാർ. 1 2 ഒരു മസ്അല കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നൂറുകണക്കിന് തവണ ഖത്ം തീർത്ത മഹാന്മാർ. ഓരോ ഖത്മിന്റെ ഇടയിലും
ഖുർആനിന്റെ അർത്ഥങ്ങളെ ഓരോന്നോരോന്നായി മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ വലിയ വലിയ ഔലിയാക്കന്മാരാകുന്ന മഹാന്മാർ അവരായിരുന്നു മദ്ഹബിന്റെ ഇമാമികൾ. ആ മഹാന്മാര് ഈ ലോകത്ത് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ക്ലിപ്തമാക്കി വ്യക്തമാക്കി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. ശരീഅത്തുൽ ഇസ്ലാമിന്റെ ലക്ഷക്കണക്കിന് ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികം വരുന്ന തുർക്കുകളെ ഇവർ നമുക്ക് ശരീഅത്തുൽ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നമുക്ക് സുന്ദരമായി പടുത്തുയർത്തിയ 4 ബിൽഡിങ്ങുകളിലായി അല്ലെങ്കിൽ 4 സിറ്റികളായി നമുക്കതിനെ സുന്ദരമായി അവതരിപ്പിച്ചു തന്നു. അതിൽ കിട്ടാത്ത ഒരു സാധനം ആ ഹൈപ്പർ മാർക്കറ്റിൽ ഇല്ലാത്ത ഒന്ന് ഖിയാമത്ത് നാൾ വരെ വരൂല എന്നുള്ള രീതിയിൽ ആ മഹാന്മാർ മദ്ഹബുകളെ ഭദ്രതയോടെയും സൂക്ഷ്മതയോടെയും അവരത് നമ്മുടെ മുന്നിൽ ചിത്രീകരിച്ച് വ്യക്തമാക്കി തന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. നമുക്ക് അല്ലാഹു തന്ന ഭാഗ്യം ചില്ലറയാണോ? ആ മഹാന്മാരെ ഒക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ സന്തോഷത്തോടെ 100ക്ക് 100ന്റെ തിളക്കത്തോടെ പറയാൻ നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തോടെ ഒരവസ്ഥ വന്നല്ലോ നമുക്ക്. ഇതിൽ കടങ്കഥയുണ്ട്. അവരൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അവരൊക്കെ ശരിയാണെങ്കിൽ അവർ പറഞ്ഞതൊന്നും ശേഷമുള്ള അവരുടെ ശിഷ്യന്മാർന്നൊക്കെ ശരിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും സ്ക്രാച്ച് വരുത്തിക്കൊണ്ടുള്ള ഈമാനല്ലേ വഹാബികളുടെ ഈമാൻ. അള്ളാഹു അതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ബാന്ധാവിൽ ഒരുമിച്ച്. എന്തിനേറെ 60ഓളം സഹാബികളെ ഞാൻ ലൈഫാക്കിയത് കൊണ്ടല്ലേ നമ്മളെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിള്ളലില്ലാതെ പോറലില്ലാതെ ഞാൻ കാത്തു സംരക്ഷിച്ചതെന്ന് പച്ചയായി ഉടുപ്പില്ലാതെ സംസാരിക്കാൻ മാത്രം കേരളക്കരയിൽ മൗലവിമാരെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ പച്ചയായി തൊലിയൂരി ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് ചില്ലറയല്ല. സുജൂദ് ദിവസവും ചെയ്യണം പ്രിയപ്പെട്ടവരെ. ശുക്രിന്റെ സുജൂദ് ഒരു ദിവസം പോലും വിട്ടുപോകരുത്. റബ്ബേ ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരു ദിവസം പോലും വിടാതെ ശുക്രിന്റെ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അതിനൊരു പ്രയാസമില്ല. ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഒന്നാമത്തെ പോയിന്റായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നു. നമുക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത്തഹിയ്യാത്തിലല്ലേ അവസാനം നമ്മൾ നിസ്കാരത്തെ അവസാനിപ്പിക്കുന്നത്. സലാം കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ കൈ കെട്ടിയാൽ മതി, നിൽക്കേണ്ടതില്ലല്ലോ. ശുക്രിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു. എന്റെ ഈമാൻ നീ നിലനിർത്തി തരണം. എനിക്ക് നീ തന്ന വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ അവിടുന്ന് ഒരു കൈകെട്ടി നേരെ സുജൂദിലേക്ക് പോയാൽ പോരെ. ആ സുജൂദിൽ നമുക്ക് എന്തെല്ലാം പറയാം. ലക്കൽ ഹംദു കസീറൻ കസീറൻ കസീറാ കമാ തുൻഅമു കസീറാ വലക ശുക്രു കസീറൻ കസീറൻ കസീറാ കമാ തുഅതി കസീറാ. അങ്ങനെ നമ്മളുടെ ഓരോ വിഷയത്തിനും ആവശ്യമായതും അങ്ങനെയും പറയാം. അങ്ങനെ നമുക്ക് ശുക്രിന്റെ സുജൂദ് നമ്മൾ വർദ്ധിപ്പിക്കണം. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. അതിൽ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്. അത് ചെയ്യാതെ എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ആ ഒരു സ്വഭാവം നമ്മളിൽ വർദ്ധിക്കണം. ആ ശുക്ർ നമുക്കുണ്ടായാൽ നിങ്ങൾക്ക് ധാരാളമാക്കി അല്ലാഹു ഖൈറുകൾ വർദ്ധിപ്പിച്ചു തരും. ചില്ലറ ഖൈറുകളെല്ലാം വർദ്ധിക്കുന്നത് അല്ലാഹു തആല നമുക്ക് വെച്ചിട്ടുള്ള തടസ്സങ്ങളെ നീക്കിത്തരും. മുന്നിലുള്ള നമ്മളുടെ പ്രയാസത്തിന്റെ പല മുഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടാകും. അതിനെ നമ്മൾ അറിയാതെ തട്ടി മാറ്റി തന്നേക്കാം. ഒരു ശുക്രിന്റെ സുജൂദിലൂടെ നമുക്ക് നേടാം. എത്ര വലിയ ഇഷ്ടമാ നമ്മളെ നെറ്റി ഭൂമിയിലേക്കൊന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മളുടെ അഭിമാനമാണോ? അല്ല. അല്ലാഹുവിന്റെ മുന്നിൽ കാണിക്കാൻ നമുക്ക് അല്ലാഹു തന്നൊരു അവസരം. അതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ട്? ആ രീതിയിൽ നമ്മൾ ആ ശുക്രിന്റെ സുജൂദ് വർദ്ധിപ്പിച്ചാൽ ഇൽമിന് ബറക്കത്തുണ്ട്, പഠനത്തിൽ ബറക്കത്തുണ്ട്, ജീവിതത്തിന്റെ ബിസിനസ്സുകളിലും മറ്റു മേഖലകളിലും ബറക്കത്തുണ്ട്.
ഈമാനിന്റെ വർധനവിന് കാരണമാക്കാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ മഹാന്മാർ ഇത് മുഴുവനും നമുക്ക് ഭദ്രമാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. പിന്നീട് ആ മഹാന്മാരുടെ താബിഈങ്ങളായി തലമുറകളായി വലിയ വലിയ ആലിമീങ്ങൾ അത് ഏറ്റെടുത്ത് പിന്നീടുള്ള കാലഘട്ടങ്ങൾ പല രീതിയിലുള്ള ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ പറഞ്ഞു കൊടുക്കാൻ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊടുത്താൽ പോലും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയിൽ നിന്നും മരവിച്ചു പോയ ഒരു സമൂഹത്തിന്റെ ഇടയിലെ അതാ കടന്നു വരുന്നു സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹിജ്റ 471 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ജനിക്കുന്നത് തന്നെ പരിശുദ്ധ റമദാനിലും. അന്ന് പരിശുദ്ധ റമദാനിൽ ജനിക്കുന്നു. ഏതൊരു ഉമ്മയും ആ ഉമ്മക്കൊരു മകനെ കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാകും. ആ കുട്ടിക്കൊന്ന് മുല കൊടുക്കാൻ, പെറ്റ കുട്ടിക്ക് മുല കൊടുക്കാൻ ശ്രമിക്കുന്നു. കുട്ടി മുല കുടിക്കുന്നില്ല. മഗ്രിബ് വാങ്ക് വരെ കുടിക്കുന്നില്ല. മഗ്രിബ് വാങ്ക് കൊടുത്തതിന് ശേഷം ആ പൊന്നുമോൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പൊന്നുമോൻ അതാ മുല കുടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആദ്യത്തെ ദിവസം അത്ര വ്യക്തമായില്ല. പിറ്റേന്നും ഇത് ആവർത്തിച്ചു. ആ റമദാന് പൂർണ്ണമായും പ്രസവിച്ച അന്ന് മുതൽ വഫാത്ത് വരെ നോമ്പെടുത്ത ചരിത്ര നേതാക്കന്മാരിൽ ഔലിയാക്കന്മാരുടെ രാജാവായുമാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. ചരിത്രത്തിൽ ആരും ഇതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലാതെ ശാസ്ത്രീയമായി 12 മണിക്കൂർ പ്രസവിച്ച ഒരു മകൻ വെള്ളമൊന്നും കുടിക്കാതെ മുല കുടിക്കാതെ ഒന്നും വയറ്റിലേക്കെത്താതെ പോയാൽ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടാകും? എന്നാൽ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചെറുപ്പത്തിലെ കറാമത്തിലൂടെ അത് തന്നെയാണ് പറഞ്ഞത്. കുത്തുബായി വന്നോവർ മികച്ചോവർ. ഇന്നൊരു പോസ്റ്റർ നമ്മൾ കണ്ടില്ലേ? ഇന്നും ഇന്നലെയായി SSF അറ്റമില്ലാതോളം മേൽമ ഉടയോവർ. അതെ, SSF ഇവിടെ വന്നത് എന്തിനാണ്? SYS ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മളോട് മുസ്ലിം ജമാഅത്ത് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മദ്ഹ്, ആ മഹാന്മാരുടെ സ്ഥാനം അത് കുറച്ച് കാണിക്കുന്ന ഒരു സംഘശക്തി ഇവിടെ വളരാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലോത്ത പോലോത്ത വലിയ വലിയ പടുകൂറ്റൻ ആലിമീങ്ങൾ തീരുമാനിച്ച് അവരുണ്ടാക്കിയെടുത്ത ഒരു സംഘശക്തിയാണ്. ആ സംഘശക്തിയിലൂടെ വളർന്ന് വന്നിട്ടുള്ള അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കഴിക്കണമോ അത് കഴിക്കാൻ പറ്റിയ ചങ്കൂറ്റമുള്ള ഒരു സംഘം ഇന്ന് കേരളത്തിന്റെ ഏത് മുക്കിലുമുണ്ടോ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പറയാൻ ധൈര്യം ഈ സംഘശക്തിയുടേതാ. മാത്രവുമല്ല സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ഒരു നേതൃത്വത്തിലുള്ള മുന്നോട്ടുള്ള ഗമനം അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. എവിടെയും നമുക്ക് ജീലാനി അനുസ്മരണം നടത്താം. പണ്ടുകാലത്തൊന്നും നടത്തുമ്പോഴേ കൂക്കി വിളിച്ചിരുന്ന കാലഘട്ടം. ഞാൻ കുറ്റിയാടിക്കാരനാണല്ലോ. അതിന്റെ പരിസരങ്ങളിലൊക്കെ ജീലാനി അനുസ്മരണം കഴിച്ച കാലങ്ങൾ നടന്നൊരു കാലഘട്ടം. കൊല്ലങ്ങളോളം അങ്ങനത്തെ ഒരു സംഭവം തന്നെ അറിയാതൊരു കാലഘട്ടം. ഇന്നവിടെ ഉസ്താദുമാരെ കൊണ്ട് നിറഞ്ഞു. എന്തേ കാരണം? സുന്നത്ത് ജമാഅത്തിന്റെ പടയോട്ടം. ഞാനിത് പറഞ്ഞു വരുന്നത് ആ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന തുടക്കം മുതലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന രീതിയിലുള്ള അനുസരണം. ചെറുപ്പത്തിലെ ഖുർആൻ പഠിക്കുന്നു. 10,000 ഖത്മ തീർത്ത ഒരു മഹാപണ്ഡിത ശ്രേണിയായ ഒരു മഹാനെ കാണാൻ നിങ്ങൾ കൊതിക്കുന്നു. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ആ മഹാൻ എത്രയാണ് ഖത്മ തീർത്തത്? എത്രയാണ് ആ മഹാന്റെ ഇബാദത്ത്? ഒരു രാത്രിയിൽ 1000 റക്അത്ത് നിസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ അബുൽ ഫത്ഹുൽ ഹർവി തങ്ങളെ പോലത്തെ മഹാന്മാർ
40 കൊല്ലത്തോളം അവിടുത്തേക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ അബ്ദുൽ ഫത്തഹ് തങ്ങള് ബഹുമാനപ്പെട്ടവര് പറയുന്നു, എന്റെ ശൈഖ് അവരുകള് രാത്രി ഇശാ വാങ്ക് കൊടുത്ത് ഞങ്ങളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ റൂമിന്റെ ഉള്ളിലേക്ക് കയറും. സാധുവായ എനിക്കും അതിന്റെ ഉള്ളിൽ കയറാൻ അനുവാദം തന്നിട്ടില്ല. അവിടുന്ന് ഇബാദത്തിന്റെ ശബ്ദം ചിലപ്പോൾ കേൾക്കും, കരയുന്ന ശബ്ദം കേൾക്കും. ഒരു ദിവസത്തിൽ ശൈഖ് അവറുകള് 40 കൊല്ലത്തിനിടയിൽ കാണാം, എനക്കെന്റെ ആ ശൈഖിന്റെ റൂമിൽ ഒന്ന് അധികാരം ഒരു അവസരം എനിക്ക് കിട്ടി. ഞാനന്ന് ഉറങ്ങാൻ നിന്നില്ല. എന്റെ ശൈഖ് അവറുകള് രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ആളുകളും കിടന്നുറങ്ങുമ്പോ പകല് മുഴുവൻ ആലിമീങ്ങളാകുന്ന ഔലിയാക്കന്മാരാകുന്ന നൂറുകണക്കിന് വരുന്ന പടുകൂറ്റൻ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തി കൊടുത്തത് ആ ഒരു ക്ഷീണമുള്ള എന്റെ ശൈഖ് അവറുകള് രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുന്നില്ല. നിസ്കാരമാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 1000-ലധികം റക്അത്ത് നിസ്കരിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ശൈഖ് അവറുകളെ നിസ്കരിച്ചുകൊണ്ട് 1000-ലധികം റക്അത്ത് നിസ്കരിച്ച ശൈഖ് അവറുകള് ഈ നിസ്കാരം കഴിയുമ്പോ സുബഹിയായോ? ഇല്ല. സുബഹിയുടെ മുമ്പ് വേണ്ടുമതാ ശൈഖ് അവറുകൾ കരങ്ങൾ ഉയർത്തി കരയാൻ തുടങ്ങുന്നു. യാ റബ്ബ് യാ റബ്ബ് അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈ അൻ തഗ്ഫിറ ലീ. ശൈഖ് അവറുകൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു തെറ്റിന്റെ വഴിയിലേക്ക് പോയിട്ടില്ല. ചെറുപ്പം മുതലേ നോമ്പെടുത്ത മഹാമനീഷ്. ആ വ്യക്തിത്വം അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി കരയുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് നനഞ്ഞു. അവിടുന്ന് കൈകൾ ഇങ്ങനെ ഉയർത്തി കരയാൻ തുടങ്ങുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു ആകാശത്തിൽ നിന്നും ചില പ്രകാശങ്ങൾ ഇങ്ങനെ വന്ന് അവിടുത്തെ പരിസരത്ത് ഇങ്ങനെ പൊതിയുന്നു പൊതിയുന്നു പൊതിയുന്നു. അങ്ങനെ പ്രകാശങ്ങൾ നിറയുന്നു. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു അല്ലാഹുവിന്റെ മലായികത്തുകളാണ്. സലാമുൻ അലൈഹി സലാമുൻ അലൈഹി. അവരുടെ സലാം പറയുന്നു. അവരും ആ ദുആയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ദുആ തീരുന്നില്ല. കരഞ്ഞ് 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 അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടി 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 കരയുന്ന മഹാൻ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് നടത്താൻ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ മനാഖിബ് കേൾക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ മദ്ഹ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനെ തഹജ്ജുദിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവനാണോ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അനുയായിയാണെന്ന് പറയാൻ കുറച്ച് മടി വരും കേട്ടോ. പ്രയാസമാണ്, പ്രയാസമാ. ചരിത്ര ലോകത്തെ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ, സഹാബത്തിന്റെ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയ രാത്രി കാലങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കണം. മുത്തുനബി തങ്ങൾക്ക് അത് വുജൂബാണെന്നല്ലേ തഫ്സീറിൽ പഠിപ്പിച്ചത്. ഹബീബായ തങ്ങൾക്ക് തഹജ്ജുദ് വുജൂബാ, ഉമ്മത്തീങ്ങൾക്ക് സുന്നത്താണ് ശറഇൽ. എന്നാൽ മശായിഖന്മാർ അവരെ മുരീദന്മാർ തഹജ്ജുദ് വുജൂബിയത്തിലേക്ക് അവരെടുത്തു കൊണ്ടുവന്നു. ഏത് വുജൂബ്? ശറഇയായ ആത്മീയമായ ഒരു വുജൂബാക്കി. അത് ഒഴിവാക്കുന്നവനാണോ എന്റെ മുരീദാണെന്ന് പറയരുത് കേട്ടോ. ഞാൻ ഓർത്തു പോവുകയാണ് ഞങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ. അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദൊക്കെ 8 കൊല്ലം പഠിച്ച ദർസാണ്. ഞങ്ങൾ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. 5 വർഷം 5.5 വർഷത്തോളം ഞാൻ അവിടെയാണ് പഠിച്ചത്. ക്ലാസിനിടയിൽ ഉസ്താദ് പറയാറുണ്ട്, മുഅക്കദായ സുന്നത്ത്, ആ മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്റെ ശിഷ്യനാണെന്ന് പറയരുത് കേട്ടോ. എന്റെ ശിഷ്യനാണെന്ന് പറയരുത്. അത് ഉസ്താദുമാർ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ആത്മീയ ഉലൂബ. ബഹുമാനപ്പെട്ട സിപി ഉസ്താദ് ഈ പള്ളിക്കാട്ടിലല്ലേ കിടക്കുന്നത്. റബ്ബേ നീ ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. പുഞ്ചിരിയോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചവർ, ഞങ്ങളെ കാണുമ്പോൾ ആലിംഗനം ചെയ്തവർ, അതേ മൂസയുടെ ദർസിൽ ദുഹാ
എന്ന് പറയണമെങ്കിൽ അത് ആത്മീയമായ ശിക്ഷണമാ. അവിടുത്തെ ശിഷ്യന്മാരോട് ചോദിക്കൂ, അവർ ദുആ എങ്ങനെയെങ്കിലും കുത്തിമറഞ്ഞോ അതിന്റെ സമയം അവർ എടുത്തിരിക്കും, അത് നിസ്കരിച്ചു. ആ സമയത്ത് ഉസ്താദിന്റെ ഒരൊറ്റ ഉപദേശമാണ് ഞങ്ങളെ മുഅക്കദായ സുന്നത്ത് വുജൂബിയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയതാ. എവിടുന്ന് നിസ്കരിച്ചില്ലെങ്കിലും അത് ഖളാ വീട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ വളർത്തി. കാരണം ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തന്ന ഉസ്താദ് ഞങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞതാണ്, മുഅക്കദായ സുന്നത്ത് അത് നിസ്കരിക്കാത്തവൻ എന്റെ ശിഷ്യനാണെന്ന് പറയരുത് കേട്ടോ. പലതവണ ഞങ്ങൾ ക്ലാസുകളിൽ അത് കേട്ടു. പുല്ലൂക്കർ ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് പറയുമ്പോൾ ഞാനിത് ചോദിക്കാറുണ്ട് ചിലരോട്, നിങ്ങൾ മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കലുണ്ടോ? ഉസ്താദ് ഒരു കാലഘട്ടത്തിലല്ല പറഞ്ഞത് എന്റെ ശിഷ്യനാണെന്ന് പറയണമെങ്കിൽ എന്ന് അലല്ലിത്തലാത്ത് പോലെ ഞങ്ങളുടെ ക്ലാസുകളിൽ പലവട്ടം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണ്, ആ തഹജ്ജുദ് ഔലിയാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടത്. ഞങ്ങൾ മർക്കസിൽ നിന്നും ബിരുദം നേടി പിന്നീട് കുറച്ച് 10 കൊല്ലത്തോളം കഴിഞ്ഞപ്പോ ഉസ്താദുമായുള്ള കണക്ഷൻ നിലനിർത്തുമല്ലോ സഹാബികൾ. ആ നിലനിൽക്കുന്നതിൽ ഒരിക്കൽ സ്വകാര്യമായി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തഹജ്ജുദാണ് വുജൂബാക്കുക. പ്രിയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനാക്കി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തഹജ്ജുദ് വുജൂബാക്കും. അലൈക അല്ലാ തത്റുക തഹജ്ജുദ, ഇനി മുതൽ തഹജ്ജുദ് ഉപേക്ഷിക്കാൻ പാടില്ല തങ്ങളെ എന്നോട് എന്റെ ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ ഓർത്തു പോവുകയാ. ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ ഉസ്താദുമാർ ഞങ്ങളെ പോറ്റി വളർത്തിയ റൂട്ടാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഔഫുല്ലാഹിന്റെ മഹബ്ബത്തിലായി കഴിയാൻ കൊതിയുണ്ടോ പ്രിയപ്പെട്ടവരെ? തഹജ്ജുദിന്റെ സമയം കടന്നുറങ്ങരുത് കേട്ടോ. തങ്ങൾ പറയുന്നു, ഈ കരച്ചിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ മലക്കുകൾ ഒന്ന് പൊതിയുകയാണ്. പൊതിഞ്ഞിട്ട് സലാം അലൈക്കും. ബഹുമാനപ്പെട്ടവർ അതിലേക്കൊന്നും ശ്രദ്ധയില്ല. റബ്ബിലേക്ക് മുഴുകിയിട്ടുള്ള കരച്ചിലാണ്. പറച്ചോനെ എന്റെ ദോഷം, എന്റെ ദോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്തിഗ്ഫാർ. മഹാന്മാർ പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി എങ്ങനെയാണ് അത് നമുക്ക് വെച്ച് തീർക്കാൻ കഴിയില്ല. കണ്ടില്ലേ നിങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ. അവിടുത്തെ ഇസ്തിഗ്ഫാർ, അവിടുത്തെ ഗുഫ്റാൻ, അതിന്റെ മഅന എന്താണ്? അനലാരി. അതിന്റെ അർത്ഥത്തിലേക്ക് പോകാൻ പോലും നമുക്ക് കഴിയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ബാത്തിനിയായ അർത്ഥം ധാരാളമുണ്ട്, അതുപോലെ തന്നെ ലാഹിറായ അർത്ഥവും ധാരാളമുണ്ട്. വരികൾക്കിടയിലൂടെയുമുണ്ട്, വരികൾക്കടിയിലുമുണ്ട്, വരികൾ കാന്തരികമായുമുണ്ട്. എല്ലാം അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ കലാം ഖുർആൻ ശരീഫ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ ഈ 1000 റക്അത്ത് രാത്രി നിസ്കരിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്കരിക്കുന്നു നമ്മൾ? ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം വയസ്സായിട്ടുണ്ട് കുറച്ചൊക്കെ. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, മടവൂരിനടുത്താണ് അദ്ദേഹം ഒരു ഖാലിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ പണ്ട് മടവൂരിൽ പഴയകാല പള്ളി ഉണ്ടാവും, ഇപ്പോൾ പുതുക്കിയ പള്ളിയാണ്. പഴയകാല പള്ളിയുടെ ചെരുവിൽ നിന്ന് ഞങ്ങൾ രാത്രി ഇങ്ങനെ വരും. രാത്രി 12 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് നിസ്കരിക്കും. അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കും. എന്റെ കൂടെ ഖാലിദും ഉണ്ടാകാറുണ്ട്. ഞങ്ങളൊരു 300 റക്അത്ത് ദിവസവും നിസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴും 300 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടോ? ഞാൻ ആ ചെറുപ്പക്കാരനോട് എങ്ങനെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? പലരെയും കേട്ടിട്ടുണ്ട്. പേരോട് ഉസ്താദ് ഒരാളെ പറ്റി ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരാളെ പറ്റി ധാരാളം രാത്രി നിസ്കരിക്കുന്നു എന്ന്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ എത്രയോ റക്അത്തുകൾ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ കേട്ടു. നമ്മൾ അവരുമായി ബന്ധപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഒരു സഖാഫിയാണ്. എത്രയാണ് നിസ്കരിക്കുന്നത്? അങ്ങനെ നിസ്കരിക്കുന്നവർ എത്ര രാത്രിയുടെ യാമങ്ങളിൽ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? എന്നോട് പറഞ്ഞു, 100 റക്അത്ത് വരെ എത്താൻ കുറച്ചൊരു അധ്വാനം ഉണ്ടാവും. കാരണം ഇങ്ങനെ നിസ്കരിക്കണോ, പിന്നെ വണ്ടി അങ്ങ് പോകുന്ന പറഞ്ഞത്. യാ റബ്ബ്, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മടവൂരിനടുത്തുള്ള ഓരോ വ്യക്തികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആഖിറത്തിലെത്തിയിട്ട് ഇത്ര വലിയ നിസ്കരിക്കുന്ന ആളുകളൊക്കെ കണ്ട് അവരൊക്കെ നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ മിന്നൽ പ്രണയത്തേക്ക് പോകുമ്പോ ആ സമയത്ത് വാ പൊളഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തെ. ഞാനും SYSന്റെ മെമ്പർഷിപ്പ് ഉള്ളവനായിരുന്നു, ഞാനും SSF കാരനായിരുന്നു, ഞാൻ നോട്ടീസൊക്കെ ഒട്ടിച്ചിരുന്നു. പക്ഷേ രാത്രി കടന്നുറങ്ങിയവനാ.
പറ്റൂല കേട്ടോ. ഉള്ളാളം തങ്ങൾ പാപ ബഹുമാനപ്പെട്ടവരോട് വടകര മുഹമ്മദാജി തങ്ങൾ പറഞ്ഞ വചനം നമ്മൾ മറന്നു പോകരുത്. മുഹമ്മദാജി തങ്ങള് ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉള്ളാളം തങ്ങൾക്ക് സ്വർഗമുണ്ട്, ഉള്ളാളം തങ്ങൾക്ക് സ്വർഗമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആലിമീങ്ങളുടെ കൂട്ടത്തിലും ഇങ്ങനെ പച്ചയായി ഒരു തർക്കത്തിനും അവകാശമില്ലാതെ വിലായത്തിന്റെ ഉടമയാകുന്ന ഒരു മഹാൻ പരസ്യമായി മൈക്കിലൂടെ ഒരാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ചരിത്രം നമ്മൾ അറിവിലുണ്ടെങ്കിൽ അതുള്ള ആളുകൾ പാപ്പയെ പറ്റിയാണ് നമ്മൾ കേട്ടത്. ഒരുപാട് ആളുകളെ പറ്റിയുണ്ടാകാം പരസ്യമായ ഒരു പ്രഖ്യാപനം. ഉള്ളാളെന്നങ്ങൾ കേട്ട് സന്തോഷിച്ച് അവിടെ നിങ്ങളെ കിബറാക്കിയോ? ഇല്ല, നേരെ മൈക്കിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് പറയുന്നു, എനിക്ക് മാത്രം പോരാ, എന്റെ കൂടെ കൂടിയവർക്കും വേണം സ്വർഗം. ആരാണ് പറയുന്നത്? വടകര മുഹമ്മദായി തങ്ങളോടാണ്. തങ്ങളാണെങ്കിലോ കശപ്പ് കൊണ്ട് സംസാരിക്കുന്നവര്, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ കാൽക്കൊപ്പിച്ച് പറയുന്നവരല്ല. നമ്മൾ പലതും അങ്ങനെ ചെയ്തു പോകാറുണ്ടെങ്കിലും അവരൊന്നും അങ്ങനെയല്ല. ആ രീതിയിൽ അവർ കുറഞ്ഞ നേരം ഒന്നും ഉണ്ടാതിരുന്നു. എന്റെ തങ്ങളെ കൂടെ കൂടിയവർക്കുമുണ്ട് സ്വർഗം. അൽഹംദുലില്ലാഹ്. വിത്ര് 11 നിസ്കരിക്കുന്ന ആളാങ്ങള്, ഒരു ദിവസം പോലും തഹജ്ജുദ് കളാക്കാത്ത മഹാനാങ്ങള്, രാത്രി കാലങ്ങളിൽ കരഞ്ഞു ദുആ ചെയ്യുന്ന മഹാനാ താജുൽ ഉലമ തങ്ങളവരുകള്. തങ്ങളെ കൂടെ കൂടണം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മുഅ്മിനേ, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൂടെയാണോ നമ്മളോ? ഹബീബായ തങ്ങളെ കൂടെ കൂടിയ സ്വഹാബത്തിന്റെ അടയാളം എന്താണ്? ഒരാളെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം മുഖറബാകണം, അദ്ദേഹം ഖുർബുള്ളവനാകണം. ഖാരിബൂ വസദ്ദിദൂ ശഫീഉനാ റസൂലുള്ളാഹി. ഞങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, അവസാനിയിലൊക്കെ കാണാം, ഖാരിബൂ മുഖറബാകണേ മോനെ. എങ്ങനെയാണ് മുഖറബാവുക? എപ്പോഴും ഡ്രൈവർ സീറ്റിൽ കൂടെ ഇരുന്നാൽ മുഖറബാണോ? ഔലിയാക്കന്മാരുടെ മുന്നിൽ ഖുർബൻ നിറഞ്ഞാൽ എന്താണ്? ആ മനുഷ്യന്റെ കൂടെ ഇത്തിബായിൽ നമ്മൾ ഉണ്ടാകണം. തഹജ്ജുദിൽ ഖുർബുണ്ടാകണം, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഖുർബുണ്ടാകണം, സുന്നത്ത് നോമ്പുകളിൽ ഖുർബുണ്ടാകണം, ഹറാമിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൽ ഖുർബുണ്ടാകണം. അത് കാലുകളുടെ കൂട്ടത്തിൽ നമുക്ക് അവരോട് ഖുർബുണ്ടാകണം. അതാണ് മുഅ്മിനേ മുരീദി. ലാ തഖഫ് അല്ലാഹു റബ്ബി അത്നി റിഫഅതൻ ലിൽ മുനാദി മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ശൈഖ് മുഹയ്യദ്ദീൻ മുറാദി മുരീദി ലാ തഖഫ് വാശിൻ ഫഇന്നി അസൂമുൻ ഖാതിലുൻ ഇൻദൽ ഖിതാലി മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ശൈഖ് മുഹയ്യദ്ദീൻ മുറാദി മുരീദി തമസ്സക് ബി വകുൻ ബി വസിഖാ ഫഹ്മീക ഫിദ്ദുനിയാ ويوم القيامة مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي. പ്രിയപ്പെട്ടവരെ, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ ഓരോ ഉറൂസായത് കൊണ്ടാണ് കേട്ടോ അവരെ പേരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ പറയാൻ പറ്റിയ മഹാന്മാർ ഞാൻ ഈ പറയുന്ന മദ്ഹുകൾ മുഴുവനും നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം. സയ്യിദി സുൽത്താനുൽ ആരിഫീൻ ഖുതുബുൽ അഖ്താബ് വസല്ലം അശൈഖ് അഹ്മദുൽ കബീർ റിഫായി വസുൽത്താനുൽ ഔലിയാ ഖുതുബുൽ അഖ്താബ് അശൈഖ് താജുൽ ഔലിയാ മുഹമ്മദുൽ ബദവി വഖുതുബുൽ അഖ്താബ് ശൈഖുൽ മശായിഖ് അശൈഖ് ഇബ്രാഹിം അദ്ദസൂഖി وسلطان العاشقين الشيخ أبي الحسن الشاذلي وسلطاننا وسلطان الهند وليبنا وغريب نبات عطاء رسول خواجة معين الدين الجسي الأجميري قدس الله أسرارهم ونفعنا بهم في الدين والدنيا والآخرة. ഈ 6 മഹാന്മാർ തുല്യതയില്ലാത്ത മഹാന്മാരാണ്.
ഏത് മദ്ഹ് നമ്മളെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ ആ മദ്ഹിന്റെ മുകളിലാണിവർ. മുത്തുമില്ലാലമെന്നല്ലേ അത് പറഞ്ഞത്? വേറെ ആളാണോ? നിങ്ങളൊക്കെ എന്ത് മദ്ഹ് പറഞ്ഞാലും നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഇൽമനുസരിച്ച് നിങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ മദ്ഹ് പറയുമ്പോൾ ഏതായിരിക്കണം? മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബഹുമാനപ്പെട്ട ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ-ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ പറഞ്ഞ് അള്ളാന്റെ മോനാന്ന് പറയരുത്, അള്ളാന്റെ ഓതാനാണെന്ന് പറയരുത്, അള്ളാന്റെ മേലെ ഇവർ അധികാരം ചെലുത്തുമെന്ന് പറയരുത്. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള ഒരു അധികാരത്തിലേക്ക് 41 സിഫത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവർക്ക് വെച്ചു കൊടുക്കരുത്. നിങ്ങൾ ആ രീതിയിലാകരുത്. മറ്റുള്ളവരൊന്നും പറഞ്ഞ പോലെയല്ല, നമുക്കൊരു മദ്ഹിന്റെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടായിരിക്കണം മൻസൂബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ മൻസൂബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇൽമി. അതാ മദ്ഹിന്റെ റൂട്ട്. ആ മദ്ഹിന്റെ റൂട്ടിന്റെ വിലക്കിന്റെ റൂട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ബൈത്ത്. അങ്ങനെ റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിങ്ങൾ എന്ത് മദ്ഹ് പറഞ്ഞാലും അതിനു മുകളിലാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. ഞാനാണോ പറയുന്നത്? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വലിയ കാമിലായ ഒരു ശിഷ്യൻ അവിടുത്തെ കിതാബിൽ കാണാം. ആ ശിഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ശൈഖ് അവറുകളെ, അന്തൽ ഖുതുബിയ്യ 700ഓളം കുത്തുബുകളെ നിയന്ത്രിക്കുന്ന അൽ ഖുതുബ് എന്ന് പറയുന്ന വലിയ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? അസ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങളുടെ മറുപടി എന്താണ്? മുരീദി നുസ്സിഹ ശൈഖുക അനിൽ ഖുതുബിയ്യ. അതൊക്കെ വിട്ടു നടന്നിട്ട് കാലം എത്രയായി മോനെ? ഞാൻ അതിനും മുകളിലാണ്. വലിയ വിരാജിന്റെ പടവെത്തിയ ശിഷ്യനാ ചോദിക്കുന്നത്. അവരുടെ കാഴ്ചപ്പുറത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും നോക്കി ആ സ്ഥലങ്ങളിന്റെ അപ്പുറത്തേക്ക് എത്തിയ ശൈഖിനോട് ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നു, അന്നൽ ഗൗസിയ്യ, നിങ്ങൾ അല്ലാഹ് എന്ന് പറയുന്ന മർത്തബയിലെത്തിയിട്ടുണ്ടോ? സകലമായ കുത്തുബുകളെയും സകലമായ അൽ കുത്തുബുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, അൽ ഗൗസ് എന്ന് പറയുന്ന സ്ഥാനം. എത്രയോ ഗൗസുമാരുടെ മേലെയാണല്ലോ വരും. അൽ ഗൗസ് എന്ന് പറയുന്ന സ്ഥാനത്തെത്തിയിട്ടുണ്ടോ? ഈ 2 മഖാമിന് മുകളിലേക്ക് ഒരു മഖാം ഔലിയാക്കന്മാർക്ക് പറയുന്നത് കേൾക്കാൻ പ്രയാസമാണ്. ഔലിയാക്കന്മാർക്ക് ആയിരക്കണക്കിന് ബിരുദമുണ്ട്. നമ്മളെ കയ്യിൽ പഠിച്ചാലും ഒരു സഖാഫി കിട്ടി, പിന്നെ പഠിച്ചാൽ ഒരു കാമിൽ സഖാഫി കിട്ടി, പിന്നെ പോയിക്കോളണം. കാരണം പിന്നെന്ത് ബിരുദമാ നമ്മളെ കയ്യിലുള്ളത്? ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ബിരുദം ചില്ലറയല്ല. ഓരോ തട്ടുകൾ ബിരുദം കൊടുത്ത് അങ്ങനെ വലിയ ആയിരക്കണക്കിന് ബിരുദം നൽകുന്ന വലിയ മേഖലയാണ് തസവ്വുഫിന്റെ ആത്മീയ ലോകം. അതിനുന്നത സ്ഥാനത്തുള്ള ഒരു മേഖലയാണ് അൽ ഗൗസ്. നിങ്ങൾ ആ സ്ഥാനത്തെത്തിയിട്ടുണ്ടോ ശൈഖ് അവറുകളെ? ആ സമയത്ത് പറഞ്ഞ മറുപടി, മുരീദി നുസ്സിഹ ശൈഖുക അനിൽ ഗൗസിയ്യ. അതൊക്കെ വിട്ടുകടന്നിട്ടുണ്ടേ മോനെ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ് ഒരു കാലത്ത് ബഗ്ദാദിന്റെ ഖാൻഖായിൽ വെച്ചുകൊണ്ട് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ മിമ്പറിൽ നിന്നതാ വായുവിലേക്കൊന്ന് ഉയർന്നു പോകുന്നു. ചരിത്രത്തിൽ മഹാന്മാർ പറഞ്ഞ ഒരഭിപ്രായം, വായുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ ചവിട്ടി അങ്ങനെ കാരി നിന്നിട്ട് പറഞ്ഞ വാക്കാ, അനൽ ഹസനിയോ വൽ മിഖ്ദഹുമ ഖാമി വഅഖദാമി അലാ വനുഖിർ റിജാലി മുറാദിയാ أنا الباذي أشرب كل شيخ ومن ذاري جلال ومن ذافي رجال عطي مثالي مرادي محي الدين مراد ചൊല്ലിക്കോളി ഔസുൽ ആലമിന്റെ പേര്
ഒരു മുറാദി മനസ്സറിഞ്ഞ് ചെയ്യാൽ ആയിരക്കണക്കിന് ദോഷം പൊറുക്കുന്നുണ്ട് കേട്ടോ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വദിക്റുൽ ഔലിയാഇ കഫാറ, ഇതിന്റെ വിശദീകരണമായി മഹാന്മാർ പറയുന്നത് കാണാം. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേര് ഒരാളെന്ന് മനസ്സറിഞ്ഞു പറഞ്ഞാൽ മതി കേട്ടോ, ആയിരക്കണക്കിന് ദോഷം പുറത്തു പോകും. അത് ചില്ലറ ആളല്ല, ആ പേരിന്റെ തന്നെയുള്ള ബറക്കത്ത് ചില്ലറയല്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഉയർന്നിട്ട് പറയുന്നു, ആരുണ്ട് ഇവിടെ എന്നെ പോലെ അള്ളാഹു എനിക്ക് തന്ന തൗഫീഖും പവറും അത് നിങ്ങളോട് പറയാൻ ഓർഡർ കിട്ടിയിട്ടാ പറയുന്നത്. അതൊരിക്കലും 2, 3, 4, 5, 10, 20 തവണ എനിക്ക് ഇൽഹാമായി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പലതവണ റബ്ബ് തആലയിൽ നിന്നും ഓർഡർ കിട്ടി, ഇനി പറയാതിരിക്കാൻ കഴിയൂല, അതുകൊണ്ട് പറയുന്നതാ. ലോകത്തെ മുഴുവൻ ഔലിയാക്കന്മാരും എന്റെ കാലിന്റെ ചുവട്ടിലാണ്. എന്റെ നേരെ താഴെയാന്നല്ല പറഞ്ഞത്, എന്റെ നേരെ താഴെയാന്നല്ല പറഞ്ഞത്, എന്റെ കാലിന്റെ ചുവട്ടിലാണ്. ഇതവിടുന്ന് പറയുമ്പോൾ 500ഓളം കിലോമീറ്റർ അപ്പുറമുള്ള ഉമ്മയിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ദർശനം നടത്തി കൊടുക്കുന്ന സയ്യിദി അഹ്മദുൽ കബീർ റിഫാഈ ആരാ? ബഹുമാനപ്പെട്ടവരുടെ 10,000ഓളം ആളുകൾ സാസിലിരുന്നു. ബഹുമാനപ്പെട്ടവർ അവരുടെ സദസ്സിന്റെ ശൈലിയിൽ അവന്റെ കിതാബ് ദർശനം നടത്തി കൊടുക്കുമ്പോ ഹദീസ് ബയാൻ ചെയ്യുന്ന സമയത്ത്, ഇന്ന് മൈക്ക് സെറ്റിന്റെ ആധുനിക സജ്ജീകരണങ്ങളുള്ള കാലമാ. അന്ന് മൈക്ക് സെറ്റില്ല, ശബ്ദത്തെ വലുതാക്കാനുള്ള സംവിധാനമില്ല. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കാം. അന്ന് ഉബൈദയിലുള്ള ആ ഒരു മരുഭൂമിയിൽ വെച്ച്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാന്ത പ്രദേശത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ ദർശനം നടത്തുമ്പോ 10,000ഓളം വരുന്ന മഹാന്മാർ സദസ്സിലുണ്ട്. പിന്നിലുള്ളവരും മുന്നിലുള്ളവരും അവരുടെ ശബ്ദം ഒരേപോലെ കേൾക്കുന്നു. സയ്യിദി അഹ്മദുൽ കബീർ റിഫാഈ തീരുന്നുണ്ടോ? എന്നാൽ അവരെ ക്ലാസിന് വല്ലവർക്കും വരാൻ പ്രയാസപ്പെട്ടാൽ ഉമ്മു ഉബൈദയിലെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഏതെങ്കിലും ഒരു വീട്ടിന്റെ മച്ചിന്റെ മുകളിൽ കയറി സയ്യിദി അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ ക്ലാസിന് എനിക്കിന്ന് പോകാൻ അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടുന്ന് കേൾക്കട്ടെ. എന്നെ വിചാരിച്ച് ആരെങ്കിലും മച്ചിന്റെ മുകളിൽ കയറി നിന്നാൽ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള ക്ലാസ് അവന്റെ ശ്രവണ പദങ്ങളിലും കേൾക്കുന്നു. സയ്യിദി അഹ്മദുൽ കബീർ റിഫാഈ ആരാണോ മഹാന്മാർ? ആർക്കുണ്ടവർക്ക് തുല്യമായി പറയാനൊരാൾ? അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളും ദർസിനിടയിലതാ തലയങ്ക് താഴ്ത്തുന്നു. തലതാറ്റിയിട്ട് പറഞ്ഞ വാക്കെന്താണ്? ഉഹൈമിദു മിൻഹും, ഉഹൈമിദു മിൻഹും, ഉഹൈമിദു മിൻഹും. ശിഷ്യന്മാർ ചോദിച്ചു, ശൈഖവറുകളെ, ഹബീബായ തങ്ങളെ വചനങ്ങൾ പറയുന്നതിനിടയിൽ അതേ റബ്ബിന്റെ കലിമത്ത് തൗഹീദിന്റെ ആദർശ വ്യാപ്തിയുടെ വലിയ ക്ലാസ് എടുക്കുന്നതിനിടയിൽ എന്താണെന്ന് ചെറിയ അഹമ്മദ് അതിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? എന്താണ് ഈ ഒരു മുഅ്തരിദായ ഒരു വാക്ക്, ഒരു കലിമത്ത് എന്താണ് വന്നത്? അവിടുന്ന് പറയുന്നു, ഓ ശിഷ്യന്മാരെ, 500 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ്. ഒരു മഹദിയുടെ മക്കൾ, ആ മക്കളാണ് ഈ 2 പേരും. അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളോ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോ ഒരർത്ഥത്തിൽ ജ്യേഷ്ഠാനുജന്മാരാ, സഹോദരന്മാരാ, കുടുംബക്കാരാ. അതുപോലെ കുടുംബത്തിൽപ്പെട്ട ഒരംഗമാ. ശൈഖുനാ വസുൽത്താനുനാ വസുൽത്താനുൽ ഖാജാ മുഈനുദ്ദീൻ അൽ-ജസീൽ അജ്മീരി മറ്റൊരു സഹോദരിയുടെ പുത്രിയുടെ പുത്രനാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ. ഇവരൊക്കെ ഒന്നിൽ നിന്നും വന്നതാ. പങ്ങന്മാരല്ലേ? അവർ പറയുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചു പോയി, ലോകത്തെ മുഴുവൻ ഔലിയാക്കന്മാരും എന്റെ കാലിന്റെ ചുവട്ടിലാണെന്ന്. നിങ്ങളൊക്കെ അഹ്മദുൽ കബീർ, വലിയ അഹ്മദ് എന്നല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അതിന്റെ അർത്ഥമുള്ള വാക്കല്ലേ വിളിക്കുന്നത്? അതുകൊണ്ട് ഞാനിങ്ങ് പറയുന്നു, ഞാനും ആ കാലിന്റെ ചുവട്ടിലുണ്ട് കേട്ടോ, ഞാനും ആ കാലിന്റെ ചുവട്ടിലുണ്ട് കേട്ടോ. ലോകത്ത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെയായിരുന്നു ആ കാലഘട്ടം
കാലഘട്ടത്തിൽ ഔലിയാക്കന്മാർക്ക് സംശയം, ഗൗസുൽ-ആലമിനേക്കാൾ ഉയർന്ന മർത്തബയിലാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്നാണ് പലരുടെയും വാദം. പക്ഷേ ഈ ഒരൊറ്റ പ്രഖ്യാപനത്തോടെ ചരിത്ര ലോകം മാറ്റി എഴുതിപ്പോയി. أنا في حضرة التقريب وحدي يصرفني وحسبي ذو الجلال مراديا. ഹാരിമോന്നല്ല പൂർവ്വമാണെന്നല്ല എല്ലാവരും കസേര കസേര അടുത്തടുത്ത് വെക്കണമെന്നില്ല, മുന്നോട്ട് വന്നാണ്. അടുത്ത് നിന്ന് ഇൽമു കേൾക്കുന്നത് പ്രത്യേക വർഗത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഹാരിബു എന്നുള്ളതിന്റെ അർത്ഥമാണ്. മർക്കസിൽ പഠിക്കാൻ പോയ സമയത്ത് ഫസ്റ്റ് ചെന്നപ്പോൾ ഒരു സയ്യിദ് എനിക്ക് തന്നൊരു ഉപദേശം, ശൈഖുനാ സുൽത്താൻ എന്ന ക്ലാസ്സിൽ അവ്വൽ സഫിൽ ഇരുന്നോളണം. 3 കൊല്ലം അവിടെ പഠിച്ചു. 3 കൊല്ലവും അവ്വൽ സഫിൽ നിന്നാണ് ബുഖാരി ക്ലാസും തഫ്സീറിന്റെ ക്ലാസും കേട്ടത്. ഞാൻ പറയുന്നത് എത്രത്തോളം അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുമോ അത്രത്തോളം ബറക്കത്താണ്. കസേര അടുപ്പിച്ചിട്ട് ഇങ്ങനെ പ്രയാസമുണ്ട്. ഇനി കുഴപ്പമില്ല, ഞാൻ പഠിക്കുന്നില്ല. അല്ലാഹുവേ, ഈ ക്ലാസിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമീങ്ങൾ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നാഫിയായ ഇൽമ ഏറ്റി തരണേ അല്ലാഹ്. ഞാൻ എന്റെ മനസ്സിലുള്ള ഓർമ്മയിൽ വെച്ച കുറച്ചു കാര്യം പറയുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഞാൻ ഈ അത് പറയാനോ സല്ലാലമിന്റെ അത് പറയാനും അവകാശമില്ല. എത്ര ആളുകളാണ് ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചത്. ശൈഖുനാ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹ് 1000 റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടു എന്ന് എന്നോട് സുൽത്താൻ പറഞ്ഞത് സാസിൽ നിന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ 1000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതേ മലപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട ഇപ്പടുത്ത് വഫാത്തായ ഒരു മഹാനുണ്ട്. അവർ 1000 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ള ഇത്തിഫാഖാണ്. രാത്രി 1000 റക്അത്ത് നിസ്കരിച്ചു. ഒരു മഹാനുണ്ട്, അതിപ്പോ മർക്കസാണ് ആമത്ത് പറയപ്പെടുന്നത്. 1000 റക്അത്ത് നിസ്കരിച്ച ആളാ. കൈപ്പറ്റ വീരാണ്. കൈപ്പമംഗലം കരീം ഹാജി കൈപ്പമംഗലം കരീം ഹാജി അത് മുത്തമാറ്റത. അതിൽ ഇസ്കാനില്ല. ആരും പഠിച്ചു കഴിഞ്ഞു പോയതല്ലേ. നമ്മളൊക്കെ പലരും വയസ്സുള്ളവരൊക്കെ കണ്ടവരാവരും. കൈപ്പമംഗലം കരീം ഹാജി എന്നൊക്കെ നാടനാണ്. നല്ല 1-ാം നമ്പർ ഉസ്താദാണ്. 1000 റക്അത്ത് നിസ്കരിച്ചവരാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ ചൊരിയണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഈ വാക്കെന്ന് പറയലോടെ സുബ്ഹാനല്ലാഹ്, പിന്നെ ഒരു തർക്കവുമില്ല ലോകത്ത്. ഔസുല്ലാഹമാണോ വലുത്? പിന്നെ ഒരാൾ ഔലിയാക്കന്മാരുടെ പിന്നെ തർക്കമില്ല. ലോകത്ത് പിന്നെ തർക്കമില്ല. ആരാണ് 1-ാം സ്ഥാനത്ത് എന്ന്? ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ 1-ൽ 1 എന്ന് പറയാൻ എല്ലാ അർത്ഥത്തിലും ഒരാളും എതിരഭിപ്രായമില്ലാത്ത മഹാനാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. കാരണം അത്രയും വലിയ പ്രഖ്യാപനം നടത്തിയതാണ്. ഖുർബിന്റെ സ്ഥാനത്ത് അല്ലാഹുവിന്റെ അടുക്കൽ മുഖറബായവരുടെ കൂട്ടത്തിൽ ഇന്ന് 1-ാം സ്ഥാനത്തുള്ളവനാണോ ഞാന്? സയ്യിദി അഹ്മദുൽ കബീർ റിഫായി. എല്ലാ ഔലിയാക്കന്മാരും കൊതിക്കുന്നത് ഖുർബാണ്. എല്ലാ മഹാന്മാരും കൊതിക്കുന്നത് അല്ലാഹുമായുള്ള ഖുർബാണ്. ആ ഖുർബ് നേടിയവരിൽ 1-ാം സ്ഥാനമുള്ളവരാണ്. അതേ ഇല്ല ഒരുത്തരും. എല്ലാരും അതിന്റെ മഖാമീനെ എത്തിയിട്ട് ആരാനമുണ്ടെങ്കിൽ ചൊല്ലോവിനെന്നോവർ
സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞ വചനങ്ങളെ മലയാളത്തിൽ കാവ്യരൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവറുകൾ ആ പറഞ്ഞ വാക്കുകൾ എന്താ? എന്റെ സ്ഥാനത്തെത്തിയ ഒരാളുമില്ല, ഖിയാമത്ത് നാൾ വരെ എന്റെ സ്ഥാനത്ത് ഈ ഒരു മഖാമിലേക്ക് എത്തിയ ഒരാളെ അല്ലാഹു ഇനി പടക്കൂല, ഇത് പ്രഖ്യാപിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ഇനി ഒരാൾ ജനിക്കൂല എന്ന് വരെ പറയണമെങ്കിൽ ആ മഖാം എവിടെ എത്തി? ആ മഖാം എവിടെ എത്തി? ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാർക്കും കിട്ടിയത് എവിടുന്നാ? ശരിബത്തും ഫുളലതി മിൻ ബഅദി സുക്രി, ശരിബത്തും ഫുളലതി മിൻ ബഅദി സുക്രി വലാ നിൽതും വലുബി വത്തിസാലി. നിങ്ങളൊക്കെ കുടിച്ച ഏതൊക്കെ ആത്മീയ പാനീയങ്ങളുണ്ടോ അത് മുഴുവനും എന്റെ മിച്ചമാണ് എന്റെ സുഹൃത്തുക്കളെ എന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ കുടിച്ചിട്ടുള്ള ബാക്കി വെച്ചതാ, ഞാൻ കുടിച്ചിട്ട് മിച്ചമാക്കി വെച്ചതാണ് ഔലിയാക്കന്മാർക്ക് പിന്നീട് കുടിപ്പിക്കുന്നത്. എന്റെ മഖാമിനെയും എന്റെ അല്ലാഹുവിലേക്കുള്ള വിശാലിന്റെ സ്ഥാനത്തെയും എത്തിച്ച ഒരാളുമില്ലേ ഇല്ല. അതേ ഖസീദത്തുൽ ഹംദിയ ഒന്ന് അപ്പം വെച്ച് നോക്കൂ നിങ്ങൾ. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞതെന്നല്ലേ മഹാന്മാർ പറയുന്നത്? അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ ബൈത്തല്ലേ അത്? അവിടുത്തെ സ്ഥാനം സ്വന്തമായി പ്രഖ്യാപിച്ചതല്ലേ അത്? അതിന് മറ്റൊരു തർക്കമില്ലല്ലോ. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ചില്ലറക്കാരനല്ല. ദിവസം ഈ ദർസിനിടയിലും ഒരു ഖത്തം തീർക്കുന്ന മഹാനാ. ദർസ് നടത്തുന്നതിലും ഒരു ഖത്തം തീർക്കുന്നു. നമുക്കോ ജോലിയുണ്ടോ അന്ന് സ്വലാത്ത് 100 തികയൂല. ഫ്രീ ആയി നിൽക്കുന്നു എങ്കിൽ നമ്മൾ സ്വലാത്ത് 1000 തികക്കുന്നു. പലരും വീട്ടിലൊരു സൽക്കാരമുണ്ടോ ഉമ്മമാരെ അന്ന് 1000 സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല. 1000 സ്വലാത്ത് ചൊല്ലിയവൻ പ്രകാശത്തോടെ അല്ലാതെ മരിക്കുകയില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 1000 സ്വലാത്ത് പതിവാക്കുന്നവൻ അവന്റെ മഖാമിനെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ അവന്റെ സ്ഥാനത്തെ കാണിക്കാതെ അവൻ മരിക്കുകയില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ പേരിൽ ഈ ഒരു ഓഫറുള്ള ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ മടി കാണിക്കുന്നവരത്രേ, സമയം കിട്ടാത്തവരത്രേ. കരഞ്ഞു ദുആ ചെയ്തോളി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് 1000 വട്ടം പറയൂലേ? മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോ ഹബീബിന്റെ പേരിൽ 1000 പേര്, 1000 വചനം, 1000 തവണ ഹബീബിന്റെ പേര് ചരിക്കുന്ന ഒരാളെ അല്ലാഹു തആല നരകത്തിൽ കടത്തൂല. കാരണം റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണല്ലോ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മലക്കുകളെക്കാളും ഇഷ്ടം മുത്തനബികളോടല്ലേ? ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് 1000 തവണ ചെല്ലലാണല്ലോ, പറയലാണല്ലോ, അവിടത്തേക്ക് പേരിൽ സ്വലാത്ത് ചെല്ലലാണല്ലോ. ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് മുടക്കല്ലേ എന്റെ ചെറുപ്പക്കാരാ. ദിവസവും 10,000 20,000 സ്വലാത്ത് ചെല്ലുന്നവർക്കുണ്ട്, നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എത്ര ആളുകളാണുള്ളത്? ഞാൻ ഓർത്തു പോവുകയാണ്, 2 കൊല്ലം മുന്നേ ഒരു ചെറുപ്പക്കാരൻ മലപ്പുറത്തുനിന്ന് ഒരു ഫോൺ വിളി, ഒന്ന് കാണണം. എന്തിനാണ് കാണുന്നത്? തങ്ങളെ ഒന്ന് കാണണം, വടവൂരിലുണ്ടോ? അതെ ഉണ്ട്, വരാലോ. അങ്ങനെ വന്നു. വരുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ വരുന്നത്? ഒരു കാര്യം പറയാനാണ്. അപ്പോഴതാ വാട്സപ്പിൽ ഒരു മെസ്സേജ് വേറൊരു നേതാവിന്റെ. ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞേക്കുന്നുണ്ട് തങ്ങളെ, നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഒന്ന് സ്വീകരിക്കണം. കാരണം ആ ചെറുപ്പക്കാരൻ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാണ്. റബീഉൽ അവ്വൽ കഴിഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ വരുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തേ നീ എത്രയാണ് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത്? എന്നോട് പറഞ്ഞു, ഈ മുഹറം മുതൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ ഈ 3 മാസം ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ കണക്ക് 75 ലക്ഷമാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ അടുക്കൽ വന്ന കഥയാണ് ഞാൻ പറയുന്നത്, ഗതകാല ചരിത്രങ്ങളിലുള്ള സംഭവമല്ല പറയുന്നത്. എന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നു, കല്യാണം കഴിച്ചവനാണ്. ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറയുന്നു, ഞാൻ ഗൾഫിൽ അക്കൗണ്ട് ജോലിയാണ്, ഞാൻ സ്വലാത്ത് ദിവസവും 1 ലക്ഷത്തോളം എനിക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെല്ലിയ കണക്കല്ല പറയുന്നത്, അന്നത്തെ ആ സംഭവം പറയുകയാണ് നിങ്ങളുടെ മുന്നിൽ. പിന്നെ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ ഞാൻ അറിഞ്ഞിട്ടില്ല.
75 ലക്ഷം സ്വലാത്ത് 3 മാസം കൊണ്ട് ചെല്ലിയ കണക്ക്. എന്നോട് പറഞ്ഞു തങ്ങളെ നിങ്ങളെ കൂടെ ഒരു ഉംറ ചെയ്യണം, അതിനാണ് വന്നത്. സുബ്ഹാനല്ലാഹ്. അടുത്ത സമയത്ത് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് റൗള ഷരീഫിൽ പോയി. ഞാൻ ഓർത്തു പോവുകയാണ്, എത്ര ചെറുപ്പക്കാരായി ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത്. ഉമ്മമാരെ, ഇന്ന് നമ്മൾ ആപ്പുകളുടെ ലോകമാണ്. ദിക്ർ ചൊല്ലാൻ ഇന്ന് ആപ്പുണ്ട്. നമ്മൾ എണ്ണേണ്ടതില്ല. നമുക്ക് അടുക്കള പണിയെടുക്കുന്ന സമയത്തും വാഴക്കെന്താണ് പണി? നമ്മളെ തൊള്ളക്കൊരു പരിപാടിയും ഇല്ലല്ലോ. നിങ്ങൾക്ക് ശരീരം കൊണ്ട് അധ്വാനിക്കാം, കാലുകൊണ്ട് അധ്വാനിക്കാം. നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ ചൊല്ലൂ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് കൗണ്ട് ചെയ്യാൻ ഇവിടെ ആപ്പുണ്ട്. ഈ തസ്ബീഹ് എന്ന് പറയുന്ന ഒരു ആപ്പില്ലേ, ആ ആപ്പ് നമ്മൾ കൗണ്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അത് എണ്ണിക്കോളും. നമുക്ക് ഒത്ത സ്പീഡിൽ ആക്കി വെക്കാം, ആ സ്പീഡിൽ ഒത്ത സ്വലാത്തും ആക്കാം. അങ്ങനെ നമുക്ക് ഏത് സ്വലാത്തും അതിൽ ചെല്ലാം. മദീനയിലേക്ക് ഒരു ചുരുങ്ങിയത് 1000 സ്വലാത്ത്. ഉസ്താദുമാരൊക്കെ നമുക്ക് 100 ചെല്ലണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നത് സംഭവമാണെന്ന്. മുമ്പിനെ ആശിത്തീങ്ങളുടെ 100ഉം നമ്മളെ പോലോത്തവിടെ 1,00,000 എവിടെ കിടക്കുന്നു? ആശിത്തീങ്ങൾ ചെല്ലുന്ന 100 അത് ഹബീബായ തങ്ങളെ റൗള ശരീഫ് കണ്ണിന്റെ മുന്നിൽ ഹൃദയത്തിൽ ഉറപ്പിച്ച് കണ്ടുകൊണ്ടുള്ള ചൊല്ലല. നമ്മളുടെ 100ഉം 1000ഉം അത് ഗഫലത്തിലൂടെയുള്ള ചൊല്ലല. എങ്കിലും 1000 തികച്ചാലുള്ള ഓഫറാ ഞാൻ പറയുന്നത്. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാതെ മരിക്കൂല. സ്വർഗത്തിൽ എവിടെയാണോ നിന്റെ സ്ഥാനം അത് കാണാതെ മരിക്കൂല. ഉമ്മമാരെ മറക്കണ്ട, കട്ടിപ്പാറയിൽ നിന്നൊരു ഉമ്മ മരിച്ചു പോയത് ഞാൻ ഓർത്തു പോവുകയാ. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ കൊല്ലങ്ങൾക്ക് മുന്നെയാ. പലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയേക്കാൻ ഞാൻ ആളെ വ്യക്തമാക്കുന്നില്ല. ഞാൻ ആ ഉമ്മയുമായി അവരുടെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടാ ഞാൻ അറിഞ്ഞത്. ഒരു ഉമ്മ ഹോസ്പിറ്റലിലെത്തി, വീണിട്ട് ഹോസ്പിറ്റലിലെത്തിയതാണ്. ആ ഉമ്മ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അതാ മക്കളോട് പറയുന്നു, എനിക്ക് കുയ്യിലേക്ക് പോണം. സുബ്ഹാനല്ലാഹ്. ആദ്യം ചോദിച്ചു, മോന്റെ ഭാര്യയോട് ചോദിച്ചു, മോളെ ഞാൻ വീണിട്ട് എത്ര ദിവസമായി? ഉമ്മ വീണിട്ട് അടുത്തല്ലേ ഉമ്മ വീണത്? 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അല്ലാ, 4 ദിവസമോ? ഇനി എത്ര ദിവസമുണ്ട് 40 ആകാൻ? 36 ഉള്ളൂ. കുയ്യിലേക്ക് പോകാം, 36 ഉള്ളൂ എന്ന് ഉമ്മ ചോദിക്കുന്നു. അല്ലെങ്കിൽ അതിനോട് ഒത്ത വചനമാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് നേരിട്ട് ചോദിച്ചു പഠിച്ചതാ. സുബ്ഹാനല്ലാഹ്. ഉമ്മ നീ വർത്താനം കേട്ടപ്പോൾ മോനോളിൽ കണ്ടല്ലാട് എഴുതി വെച്ചു. കാരണം എന്താണ് ഈ വർത്താനം പറയുന്നത്? ആരോടും പറഞ്ഞില്ല. ഇടക്ക് പറയും കുയ്യിൽ. കാരണം എന്താ? പുറപ്പേര് കുയ്യിലാണ്. ഒരു വിചാരിച്ച് കുയ്യിൽ നിന്നാ തറവാട്ട് പോകാനാണ്. ഉമ്മ കുയ്യിലേക്കല്ല ഇനി പോകുന്നത്, ഇനി മോന്റെ വീട്ടിലേക്കാ പോകുന്നത്, ഇന്ന സ്ഥലത്താ പോകുന്നത്. ആടല്ല, മോന്റെ കുയ്യിലാണ്. ഉമ്മ കുയ്യിലേക്ക് പോലും, കുയ്യിൽ നിന്ന് അവരെ പുറപ്പേരാണ്. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ നീ ഉദ്ദേശിച്ച കുയ്യല്ല, ഖബറെന്ന് പറയുന്ന കുഴിയാണ്. ആ ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഉമ്മ എന്താണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത? ഉമ്മ വലിയ ത്വരീഖത്തിന്റെ ആളല്ലല്ലോ, വലിയ തസവുഫിന്റെ മേഖലയിൽ കടന്ന ആളല്ലല്ലോ. പിന്നെയാണ് ആ വീട്ടുകാർ ഇതിന്റെ രഹസ്യം അന്വേഷിക്കാനെന്ന് അവർക്ക് കഴിയൂല. പിന്നെയാണ് മരിച്ചതിന് ശേഷം അറിയുന്നത്, കട്ടിലിന്റെ അടിയിൽ ഒരു ചാക്ക് കണ്ടു. ആ ചാക്കിന്റെ ഉള്ളിൽ ധാരാളം പണ്ട് ഇവിടെ നമ്മള് പീടിയ കെട്ടുന്ന ഒരു നൂലില്ലേ, ചാക്കുനൂൽ. ആ നൂല് ഒരുപാട് ഈ ചാക്കിൽ നിറച്ച്, വലിയ ചാക്കില് ഈ നൂല് നിറച്ച്, ആ നൂല് മുഴുവൻ കെട്ടിട്ട് എന്താണെന്നറിയില്ല. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, ഉമ്മ ദിവസവും സ്വലാത്ത് ചൊല്ലും. കാരണം തസ്ബീഹ് 100 ഉള്ളൂ. ഇന്നല്ലേ 100ന്റെ മേലെ 10 വേറെ, അതിന്റെ മേലെ 10 വേറെ, 1000, 10,000, 1,00,000 ചെല്ലാൻ പറ്റിയ തസ്ബീഹ്. അന്ന് വെറും ഒരു 100ന്റെ തസ്ബീഹ്. അത് 100 ഈ കാറിങ്ങനെ കെട്ടിടും. അങ്ങനെ വേറെ 100 കെട്ട് തീരുമ്പോ എന്ന് പറഞ്ഞാൽ ആ കാറിൽ എനിക്ക് കെട്ടിടാൻ പറ്റാതെ ആ കാറെടുത്തിട്ട് കെട്ടിടും, ചാക്കിലിടും. വേറെ കാറിടും, പിന്നെയും അതിലിങ്ങനെ കെട്ടിടും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കെട്ടിട്ട ചാക്കിന്റെ നൂല് ഈ ചാക്കിന് നിറഞ്ഞുപോയി. സ്വലാത്തുൻ അലാ റസൂലില്ലാഹ്, മഹബ്ബത്തു റസൂലില്ലാഹ്, ഖുർബു റസൂലില്ലാഹ്. മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത്
കാലത്ത് ആരെയാ മോനെ രക്ഷപ്പെടുത്താത്തത്? ആർക്കാണ് മോനെ മരണത്തിന്റെ വിവരം അറിയിക്കാത്തത്? ഇല്ല ഇല്ല, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ? അള്ളാഹ് രക്ഷപ്പെടുത്താതിരിക്കൂല. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരിൽ ഈ 800 വർഷത്തിനിപ്പുറം ഉള്ള മഹാന്മാരെ പരിശോധിച്ചാൽ അനഫീ ഹളറത്തി തദ്രീബി വഹദീ, എല്ലാരെക്കാളും മുന്നിലുള്ള മഹാനാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി. മുത്തുനബി തങ്ങളെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ ആരാണ്? അതുപോലെയാണ് കേട്ടോ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഗൗസുൽ ആലം. അമ്പിയാക്കന്മാർക്കിടയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെയാണ് ഔലിയാക്കന്മാർക്കിടയിൽ ഗൗസുൽ ആലമിന്റെ പദവി എന്ന് മഹാന്മാർ കിതാബുകളിൽ എഴുതി വെച്ചുപോയി. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم. ഹബീബായ തങ്ങളിൽ നിന്ന് മിച്ചമായതല്ലേ മറ്റുള്ള മുർസലീങ്ങൾക്ക് കിട്ടിയത്? അവിടുന്ന് കിട്ടിയതല്ലേ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഔലിയാക്കന്മാർക്ക് മുഴുവനും കിട്ടിയത് അവിടുന്നാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളിൽ നിന്ന്. ഇങ്ങനെ നോക്കിയാൽ എല്ലാത്തിലും തഖ്വയിൽ ഒന്നാം നമ്പർ സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി. എന്നാൽ ഓർക്ക് ഇതെല്ലാം കിട്ടിയിട്ട് ഓർ പറഞ്ഞ മഹത്വം പലതുമുണ്ടെങ്കിലും അവസാനം ഓർ പറഞ്ഞൊരു വാക്കുണ്ട് ഖസീദത്തുൽ ഹംദിയയിൽ കാണാം. ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ മുരീദന്മാരെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തും, എന്റെ മധു പറഞ്ഞവരെ വെറുതെയാകൂല. ഇതൊക്കെ മഹാനവറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതാ ബഹുമാനപ്പെട്ടവർ അവസാനം പറഞ്ഞൊരു വചനമുണ്ട്. അബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജദി സാഹിബുൽ ഐൻ ലികമാലി അൽ ജിലി മുഹ്യുദ്ദീൻ ഇസ്മി വഅലാമി അലാ റഅസിൽ ജിബാലി മുറാദിയാ. എനിക്കിതൊക്കെ റബ്ബുതആല തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് സമാധാനമുള്ളത് കുത്തുവെന്ന മർത്തബ കിട്ടിയതാണോ, വിലായത്തെന്ന മർത്തബ കിട്ടിയതാണോ? ചോരെ എന്റെ മർത്തബയിലൊക്കെ എല്ലാം എനിക്ക് സന്തോഷമാണെങ്കിലും അബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി എന്നിട്ട് പറഞ്ഞ വർത്താനം അവസാനത്തെ വരി കാണാം. വജദ്ദി സാഹിബുൽ ഐൻ ലികമാലി, എന്റെ സമാധാനം എനിക്ക് ഉപ്പാപ്പയായി പറയാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി. അതല്ലാത്തൊരു സമാധാനം അഹ്ലു ബൈത്തുകളുടെ മുന്നിലില്ല. ഇല്ല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തുൽ ഇസ്ലാം, മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന ത്വരീഖാണ് ശരീഅത്തുൽ ഇസ്ലാം. ആ ശരീഅത്തുൽ ഇസ്ലാമിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരാൾ ഹബീബായ തങ്ങളുടെ ശരീഅത്തുൽ ഇസ്ലാം എന്ന ത്വരീഖിനെതിരായി കൊണ്ട് ഒരു ഖാദിരിയാകാൻ കഴിയൂല. ശരീഅത്തുൽ ഇസ്ലാമിനെതിരായി കൊണ്ട് ഒരു സിഫായിയാകാൻ കഴിയൂല, ഒരു ഷാദുലിയാകാൻ കഴിയൂല, ഒരു നക്ഷബന്ദിയാകാൻ കഴിയൂല, ഒരു ത്വരീഖിലും അംഗമാകാൻ കഴിയൂല. നിസ്കാരമില്ലെന്ന് പറയുന്ന ത്വരീഖ് അത് കുഫ്റിലേക്ക് പോകുന്ന ത്വരീഖ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഹ്ലു ബൈത്തിനെ നിഷേധിക്കുന്ന ത്വരീഖ് അത് കുഫ്രിയത്തിലേക്ക് എത്തുന്ന ത്വരീഖ. ആലിമീങ്ങളെ കുറ്റം പറയുന്ന, അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ആലിമീങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവം, ഗീബത്ത് പറയുന്ന സ്വഭാവം അത് സ്വഹീഹായ റൂട്ടിലുള്ള സ്വഭാവമല്ല. അത് നല്ല ത്വരീഖിലുള്ളവരുടെ അടയാളമല്ല. അത് പുശുകുത്തിപ്പോയ ത്വരീഖ, അത് വൃണം പിടിച്ച ത്വരീഖ, അത് ക്യാൻസർ ബാധിച്ച ത്വരീഖ, അത് ശിഫിയാക്കാത്ത കാലത്തോളം അവന്റെ ത്വരീഖിലുള്ള വഴി അല്ലാഹു തആല സ്വീകരിക്കണമെന്നില്ല. പ്രിയപ്പെട്ട
മുഅ്മിനീങ്ങളെ, ഞങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. ഞങ്ങളൊക്കെ വിരുന്ന് നേടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞങ്ങളോട് ഉസ്താദുമാർ പറഞ്ഞ ചില വസിയത്തുണ്ട്. ആലിമീങ്ങളെ കുറ്റം പറയല്ല, ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയല്ല, അഹ്ലു ബൈത്തിങ്ങളെ കുറ്റം പറയല്ല, രാഷ്ട്രീയം മറുപറമാണെന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങന്മാരെ കുറ്റം പറയരുത്. ഞങ്ങൾക്ക് തന്ന ഉപദേശമാണ്. ഇന്ന് വരെ ഞങ്ങളെ പ്രസംഗം ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ പ്രസംഗിച്ചിട്ടും ഒരു ആലിമിനെ കുറ്റം പറഞ്ഞ ചരിത്രം, ഒരു സയ്യിദിനെ ചീത്ത പറഞ്ഞൊരു ചരിത്രം ചരിത്ര ലോകത്ത് കേൾക്കാൻ കഴിയില്ല. വിദഅത്തിന്റെ റൂട്ടിൽ എതിർക്കുക എന്നല്ലാതെ വിദഅത്തിനെ പോലും വ്യക്തിപരമായി ആക്ഷേപം ഉയർത്തി പറയല്ല. ഒരു മുബത്തദീനെയും ദേശിന്റെ മകനെന്ന് വിളിക്കല്ല. ഉസ്താദിന്റെ നിർദ്ദേശമാ വിദഅത്തിന്റെ മുബത്തദികളുടെ വിദഅത്ത് പറയുക എന്നല്ലാതെ വ്യക്തിപരമായുള്ള ആരോപണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതല്ല. അലിമീങ്ങളത്തിൽ നിസാരപ്പെടുത്തുന്ന സംസാരം അത് പുഴികുത്തിയ ത്വരീക്ക് പെട്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖറബീങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ അവിടെ സമയം, മറ്റുള്ളവരുടെ ഗൈബത്ത് പറയാൻ അവിടെ സമയം. സ്വന്തം തന്നെ ന്യൂനതകൾ അറിയുന്ന മഖാമിലെത്തുമ്പോഴല്ലേ മാരിഫത്തിന്റെ വാതിൽ തുറക്കുന്നത്. സ്വന്തമായ ന്യൂനതകൾ അറിയുമ്പോഴല്ലേ ആത്മീയതയുടെ വഴിയിലേക്ക് കടക്കുന്നത്. അതൊന്നും നോക്കാനൊന്നും നേരമില്ല. മറ്റ് ആലിമീങ്ങളുടെ കുറ്റവും കുറവും സകലമാന നേരവും സകലമാന സമയവും സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നുകൊണ്ട് ആലിമീകളെ വേർതിരിക്കുന്നതും മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നതും ആത്മീയ ലോകത്തിന്റെ കവാടം തുറക്കാൻ അതൊരിക്കലും കാരണമാകൂല. മഹാന്മാർ മുഴുവനും ആത്മീയ ലോകത്തേക്ക് കടന്നു വന്ന മഹാന്മാർ മുഴുവനും ഗൈബത്തിനെതിരാണ്, നമീമത്തിനെതിരാണ്, ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നതിനെതിരാണ്. ആരിഫീങ്ങളെ കുറ്റം പറയുന്നതും ഔലിയാക്കന്മാരെ നിസാരപ്പെടുത്തുന്നതും ഈമാൻ അങ്ങ് തെറിച്ചു പോകാൻ കാരണമാകും. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിച്ച് ഒരാള് കുറ്റം പറഞ്ഞോ, സൈനാന ഗുരുവിനോട് നിങ്ങൾ ഉപമിച്ചോ, ഈമാൻ തെറിച്ചു പോകും കേട്ടോ. ഈമാൻ അവന്റെ ശരീരത്തിലില്ല. എന്തിനേറെ ഒരു വഹാബിയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും ഹബീബായ തങ്ങളെ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ ഹബീബായ തങ്ങളെ സാധാരണക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഹബീബായ തങ്ങൾ ദിവസവും 70 തെറ്റ് ചെയ്യുമെന്ന്, അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ 20 വട്ടം പറയുന്നത് എന്ന വാദത്തിലൂടെ ജീവിക്കുന്ന ഒരു വഹാബിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് നിന്റെ ഈമാൻ ഊരാനുള്ള കാരണമാണ്. മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചു പോയി. ആഖിറം ഭയമുള്ളവരെ, ആഖിറത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെ ഔലിയാക്കന്മാരെ തൊട്ട് കളിക്കണ്ട, ആരിഫീകളെ തൊട്ട് കളിക്കണ്ട, ശൈഖുനാ ഖുതുബുൽ ആലമിനെ തൊട്ട് കളിക്കണ്ട, ഖുതുബുൽ ആലമിനെ നിസാരപ്പെടുത്തണ്ട. ഭ്രാന്തനാണെന്ന് പറയുന്നവരെത്രേ, തലക്ക് വെളിവില്ലെന്ന് പറയുന്നവരെത്രേ. ഈമാനോടെ മരിക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വന്നിട്ട് നിനക്ക് തന്ന ഇൽമ് ഈ ഔലിയാക്കന്മാരെ തൊട്ട് കളിച്ചാൽ ഈമാൻ പോകുമെന്ന് നീ പഠിച്ച ഇൽമ് നീ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിസാബിന്ന് രക്ഷപ്പെടാനുള്ള വചനമാണ് ഇത്. അനുസരിക്കുമെന്ന് ഔലിയാക്കന്മാരെ നിസാരപ്പെടുത്തുന്നവർ, ഔലിയാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവർ ഈ വചനം കേട്ടതുകൊണ്ട് മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. എങ്കിലും ഉത്തരവാദിത്വ നിർവഹണമാണ്. ഇത്തരത്തിലുള്ള ഇൽമുകള്, ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകള് അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങള് അവർക്ക് ഉപകാരം ചെയ്യുമെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖുർബ് നേടിയ മഹാന്മാരിൽ ഉന്നത സ്ഥാനത്തുള്ള സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വരെ പറഞ്ഞത് ഞാനൊരു തങ്ങളായി എന്നാണ്. അതാണ് എന്റെ വലിയ സന്തോഷം. ഹബീബായ വകുല്ലു വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വലികളും ഒരേ നബിവാസി, ഞാൻ എന്റെ സീബാവ കാൽവാസി എന്നോവർ. എല്ലാവർക്കും ഓരോരുത്തരുടെ റൂട്ടുണ്ട്. ഞാൻ എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്
നേരിട്ട് കുർബിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കൊരു സംശയം വന്നാൽ ചോദിക്കാൻ എന്റെ ഹബീബ് എനിക്കുണ്ട്. കാഴ്ചയിൽ നിങ്ങൾക്ക് 500 കൊല്ലം മുന്നേ വഫാത്തായി എന്ന് പറയാം. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഹയാത്ത് കാലത്തിൽ ലക്ഷക്കണക്കിന് സഹാബത്തികൾക്ക് ഉപകാരം ചെയ്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് ഉപകാരം ചെയ്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലക്ഷക്കണക്കിന് ജന്നുകൾക്ക് ഉപകാരം ചെയ്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഓതുന്നില്ലേ മദ്ഹബ് വതംറിയാത് വഹസ്തസ്ലഹൂസ് വഅഹ്മർ വശൗഗാൽ വകസ്കസ് ലിഊസ് ബർഖാൻ സ്വൻഇക് ഫതൽതസ്കൂസ് തൗബിആ എന്ന് തുടങ്ങിയിട്ട് കുറച്ച് പേരോതുന്നില്ലേ റളിയല്ലാഹു അൻഹും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർസിൽ മുതഅല്ലിമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിലുള്ള മുതഅല്ലിമീങ്ങളാണ്. അവരാണ് റസൂലുള്ളാഹിന്റെ മുതഅല്ലിമായ പിന്നീട് വന്നത്. കാരണം എന്തേ? അവർ മുത്തുനബി നമ്മളെ എടുത്തിരുന്നിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കണ്ടപ്പോൾ, അവിടുത്തെ ഇഷ്ക് കണ്ടപ്പോൾ, ഇവിടുത്തെ ബർക്കത്ത് ഞങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചു ഇരുന്ന ജിന്നുകളുടെ നേതാക്കന്മാരെ പോലെ വലിയ മർത്തബെത്തിയ മഹാന്മാരാ. അവരെ പേര് പറഞ്ഞ് ഫാത്തിഹ ഓതിയിട്ടല്ലേ ഖുതുബിയത്ത് നടത്തുന്നത്. ഖുതുബിയത്ത് ഉണ്ടാക്കിയത് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം, മണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരാണ്. പൊന്നാനിയിലുള്ളൊരു വലിയൊരു മഹാനുണ്ട്, ഫരീദ് ഔലിയ പാപ്പ എന്ന് പറയുന്നൊരു മഹാനുണ്ട്. ആ മഹാന്റെ മുരീദന്മാരിൽ ഉന്നത സ്ഥാനത്തുള്ള മുരീദാണ് ഇബ്രാഹിം മുസ്ലിയാർ കൊങ്ങണം വീട്ടിൽ. ആ മഹാനവറുകൾ പൊന്നാനിക്കാരനാണ്, പൊന്നാനിയിൽ വളർന്നവരാണ്. അവരുണ്ടാക്കിയതാണ് ഖുതുബിയത്ത്. ബലാകൾ മുസീബത്തുകൾ നീങ്ങാനേ ഏറ്റവും നല്ല അമലാണ് ഖുതുബിയത്ത്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്ത ബൈത്താണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന മഹാനവറുകളുടെ ബൈത്ത്. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളോ വളപട്ടണം തങ്ങളിലെ വളപട്ടണം തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫയായിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖാദിരി എന്ന് പറയുന്ന മഹാന്റെ 5 മക്കളെ കൂട്ടത്തിൽ 3ാമത്തെ മോനാ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ വാപ്പക്ക് 5 ആൺകുട്ടികളാ. 5 ആൺകുട്ടികളും മിൻ ഔലിയാ ഇല്ല. ഒരു വാപ്പാക്ക് 5 കുട്ടികളും 5 മക്കളും മുദരിസ് എന്നല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, 5 കുട്ടികളും ഔലിയാക്കന്മാരാ. 5 കുട്ടികളും ഔലിയാക്കന്മാരാ. ബഹുമാനപ്പെട്ട അല്ലാമ സുലൈമാനുൽ ഖാഹിരി എന്ന് പറയുന്ന വളപട്ടണം മുഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ഖലീഫയാണ്. ഖലീഫയാകുന്ന സുലൈമാൻ എന്നിവർക്ക് 5 മക്കളുണ്ട്. ആ 5 മക്കളുടെ കൂട്ടത്തിൽ ശംസുദ്ദീനുൽ ഖാഹിരിയാണ് മൂത്തത്. അവരും വലിയ മഹാനും പണ്ഡിതനും വലിയുമാണ്. രണ്ടാമത്തത് ശൈഖ് അഹ്മദുൽ ഖാഹിരി, അവരും വലിയ പണ്ഡിതനും വലിയുമാണ്. മൂന്നാമത്തെ ആളാണ് ശൈഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി. അവരുടെ ഇളയാളാണ് സലാഹുദ്ദീനുൽ ഖാഹിരി. അവരുടെ ഇളയാളാണ് ശിഹാബുദ്ദീനുൽ ഖാഹിരി. ഈ 5 പണ്ഡിതന്മാരും 5 മക്കളും ഔലിയാക്കന്മാരിൽ ഉന്നത സ്ഥാനത്തെത്തിയവരാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടാൻ വേണ്ടി മാത്രം, മദ്ഹ് പറയാൻ വേണ്ടി മാത്രം, അവിടുത്തെ മദ്ഹിലായി ജീവിക്കാൻ വേണ്ടി മാത്രം സമയത്തിന്റെ മുഴുവൻ ഭാഗവും നീക്കിവെച്ച മഹാനാ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു മദ്ഹ് മദീനയിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം, റിഫായി ശൈഖിന്റെ മദ്ഹ് പറയണം, അഹ്മദുൽ ജലാൽ ബുഖാരി തങ്ങളുടെ മദ്ഹ് പറയണം, അഹ്മദുൽ ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദുൽ ബദവി തങ്ങളുടെ മദ്ഹ് പറയണം, ഞങ്ങളുടെ സുൽത്താൻ ഖാജാ തങ്ങളുടെ പാപ്പയുടെ മദ്ഹ് പറയണം, ഔലിയാക്കന്മാരുടെ മദ്ഹ് പറയണം. പോരാ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ശൈഖുനാ ഖുതുബുൽ ആലമിന്റെ മദ്ഹ് പറയണം. ഞങ്ങൾക്ക് മരണം വരെ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമു തന്ന ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ, ഞങ്ങൾക്ക് ഖാദിരി തന്ന ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ, ഞങ്ങളുടെ ആത്മീയ റൂട്ടിലേക്ക് തഹജ്ജുദ് വുജൂബാക്കി ഞങ്ങളുടെ ആത്മീയ റൂട്ടിലേക്ക് ഞങ്ങൾ കൈപിടിച്ച സുൽത്താനുൽ ഉലമ, ആ സുൽത്താനുൽ ഉലമയുടെ എല്ലാ വിജയത്തിന്റെയും പിന്നിലുള്ള രഹസ്യ ഖാലക ശക്തിയാരാ ശൈഖുനാ
شيخ المشايخ قطب العالم رئيس الزاهدين مشارق الأرض إلى مغاربها الشيخ محمد أبو بكر المدبوري رضي الله عن المدبوري رضي الله عن عين النور റബ്ബേ അവിടുത്തെ മദത് ഞങ്ങളെ സദസ്സിൽ തരണേ അല്ലാഹ്. ഈ മഹാന്മാരുടെ പേരുകളൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അവസാനമൊന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്, ഞങ്ങൾ ആഖിറത്തൊന്ന് നന്നാകേണ്ടതുണ്ട്, ഞങ്ങൾ ആഖിറമൊന്ന് വെളിച്ചമാകേണ്ടതുണ്ട്, ഞങ്ങൾ ആത്മീയമായി വളരേണ്ടതുണ്ട്. ഞങ്ങൾ ഇടത്തും വലത്തും മുകളിലും താഴെയും മുമ്പും പിന്നും ശൈത്താൻമാരുടെ തസല്ലത്ത് കൊണ്ട്, ശൈത്താൻമാരുടെ മുനിൽഹാമുകളെ കൊണ്ട്, ശൈത്താൻമാരുടെ വസ്വാസുകളെ കൊണ്ട്, ശൈത്താൻമാരുടെ ഹുദൂറുകളെ കൊണ്ട്, ശൈത്താൻമാരുടെ ഛർദ്ദുകളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലാഹ്. മശായിഖന്മാരുടെ കാവൽ കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശൈത്താൻമാരുടെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ ഉണ്ടാക്കിയ കുത്തുബിയത്ത് എന്ന് പറയുന്ന വലിയ ഒരു അമല്, അത് ചില്ലറയല്ല. അതിന്റെ തുടക്കത്തിലുള്ള മഹാന്മാരെയാ ഞാൻ എണ്ണിയത്. ജിന്നുകളുടെ കൂട്ടത്തിൽ 9-13 ജിന്നുകളുടെ പേരാണല്ലോ എണ്ണിയത്. ആ മഹാന്മാർ മുത്തലിം തങ്ങളുടെ ദർസിൽ പങ്കെടുത്തവരാ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർസിൽ പങ്കെടുത്തവരാ, ഗൗസുൽ ആലമിന്റെ ശിഷ്യന്മാരാ. എന്തിനേറെ ബഹുമാനപ്പെട്ട സയ്യിദി വസയ്യിദുൽ ഖൗം അബുൽ അബ്ബാസ് അൽ ഖമർ മല്യമിൻ മൽക്കാൻ അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുള്ള മഹാനല്ലേ. എത്ര കൊല്ലമായടോ ജീവിച്ചിരിപ്പുള്ളത്, അവരെ പറ്റി പറഞ്ഞാൽ തീരുമോ? ഗൗസുൽ മജ്ലിസിൽ എത്രയാ വന്നത്, അവിടുന്ന് വന്നിട്ട് എത്രയാ ഇന്നും അങ്ങോട്ട് കൊടുത്തത്, എത്രയാണ് അവിടുന്ന് മജ്ലിസിൽ പങ്കെടുത്തത്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14ാമത്തെ മോനാ ഉപ്പയാകുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് തങ്ങളിലൂടെ പോയാൽ ഇമാം ഹസൻ തങ്ങളിലേക്ക് എത്തി, അലിയാർ തങ്ങളിലേക്ക് എത്തി, അതേ ഫാത്തിമ ബീവിയിലൂടെ മുത്തുനബി തങ്ങളിലേക്ക് 14ാമത്തെ ആളാ. ഉമ്മയാകുന്ന ഫാത്തിമയിലൂടെ പോയാലോ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റയിലേക്ക് എത്തി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തി, ഫാത്തിമ ബീവിയിലേക്ക് എത്തി, മുത്തുനബി തങ്ങളിലേക്കും 14ാമത്തെ ആളാ. അപ്പോ റസൂലുള്ളാഹിന്റെ 14ാമത്തെ ഉപ്പാപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഉമ്മയുടെ ഭാഗത്തിലൂടെയും 14ആണ്, പാപ്പയുടെ ഭാഗത്തിലൂടെയും 14ആണ്. മുത്തുനബി തങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ 14ാം രാവിലെ ചന്ദ്രനെ പോലെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ കൽബദുൽ മുനീർ, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ബദറുൽ മുനീർ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സറഹുൽ അലീദ് 4 കല്യാണം കഴിച്ചു 49 മക്കളുണ്ട്. ഈ ലോകത്തിന്റെ ഇടയിലും ആത്മീയ ലോകത്തുള്ള സഞ്ചാരത്തിന്റെ ഇടയിലും 49 മക്കള് ബഹുമാനപ്പെട്ടവർക്കുണ്ട്. 27 ആൺകുട്ടികളാ, 22 പെൺകുട്ടികളാ. അതിൽ മുഴുവൻ ആടുകളും ഔലിയ ഇല്ല. 49 ഔലിയാക്കന്മാരാകുന്ന മക്കളുടെ വാപ്പ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. ആരുണ്ടടാ 49 മക്കളെ വാപ്പയാകുന്ന ഒരു വലിയ തങ്ങളെ പോലെ പവർ നേടിപ്പോയി. അതിൽ 2 പടുകൂറ്റന്മാരാകുന്ന 2 മക്കളുണ്ട്. അബ്ദുൽ ജബ്ബാർ, സാലിഹ്, അബ്ദുൽ റസാഖ് തുടങ്ങിയ വലിയ വലിയ മഹാന്മാർ ഇന്നും ബഗ്ദാദിലെ ഔസുല്ലാമിന്റെ ചാരത്ത് കിടക്കുന്നു. ബഹുമാനപ്പെട്ടവരാരാ? ഔസുല്ലാമിന്റെ മശായിഖന്മാരിൽപ്പെട്ട ശൈഖ നമ്മുടെ ഇമാമാകുന്ന ഇമാമുൽ ശഫഈ റളിയല്ലാഹു അൻഹു. അവിടെയുള്ള ശൈഖന്മാരിൽപ്പെട്ട വലിയ ശൈഖിൽപ്പെട്ട ആളല്ലേ ഇമാമുൽ ശഫഈ. തങ്ങളുടെ മശായിഖന്മാരിൽപ്പെട്ട ആളാ. ആ ഔസുല്ലാമിന്റെ പേരിൽ നിങ്ങൾ എന്ത് സംഘടിപ്പിച്ചോ? ഔസുല്ലാമിന്റെ ഫാത്തിഹ ഓതിയോ? ഇജാബത്തിൽ ലാ ശക്ക വലാ റൈബ്. അന്ന് മനസ്സിന് ഹുദൂർ വേണം, ഇഖ്ലാസ് വേണം, മഹബ്ബത്ത് വേണം, ഖുർബ് വേണം. ഔസുല്ലാമിന്റെ പിൻഗാമിയെ പോലെ ജീവിക്കാൻ കഴിയണം. പരിശുദ്ധ ഖുർആൻ ഓതണം. ദിവസവും ഒരു ഖത്തം ഓതിയ ഔസുല്ലാമാം. രാവിലെയും പകലുമൊക്കെ 100 കണക്കിന് ആളുകൾക്ക് ദർസ് നടത്തിയ മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ ബാലിന്റെ ചരിത്രം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് എന്നവർ പറയുന്നത് കാണുന്നു. ഞാൻ ദൂരെ നിൽക്കുന്ന ആള് ബഹുമാനപ്പെട്ടവരുടെ വാത് കേൾക്കാൻ പോകുന്നത് എത്രയോ നടന്നിട്ടാണ് എത്താറുള്ളത്.
എല്ലാ സമയവും എനിക്ക് പോകാൻ കഴിയാറില്ല. എങ്കിലും ഞാൻ ചില ക്ലാസുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വാതി ചില്ലറയല്ല. കാരണം കൽബിൽ നിന്നും കൽബിലേക്കാ, ഞാൻ എൻ്റെ നാവിൽ നിന്നും നിങ്ങൾ ചുവട്ടിലേക്കാ ഫലിക്കണമെന്നില്ല. കാരണം പണ്ട് കാലത്തുള്ള വാളും ഇഖ്ലാസുള്ള മഹാന്മാരെ വാളാ. കാരണം അവരെ കൽബ് തന്നെ മുത്തഖിയാകുന്ന കൽബ്, തഖ്വയുള്ള കൽബ്, ഇഖ്ലാസുള്ള കൽബിൽ നിന്നും വരുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്നും ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള കറാമത്തിനുടമയാ. അങ്ങനെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ജലാലിയത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു, ഹബീബായ തങ്ങളെ മഹബത്തൊക്കെ പറഞ്ഞു, ആഖിറത്തിലുള്ള അദാബുകളെയും ശിക്ഷയും നരകമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ശിഷ്യന്മാരിൽപ്പെട്ട പലരും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നവരത്രേ, ആ കരച്ചിലിൽ മരിച്ചു പോകുന്നവരത്രേ. എത്ര ആളുകൾ റസൂലുള്ളാഹിന്റെ വാല് കേട്ട് സദസ്സിൽ നിന്ന് മരിച്ചു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ദൂരെ നിൽക്കുന്നു. വാലിനൊരു ദിവസം പോയപ്പോ അന്ന് ഞാൻ പോയിട്ട് വാല് കേട്ടു. ആ വാല് കുറേ നേരം അങ്ങ് നീണ്ടു. സാധാരണ നീണ്ടേക്കാൾ നല്ലോണം നീണ്ടു. ആ നീണ്ട ഉപദേശവും ഒക്കെ കേട്ട് നമ്മളൊക്കെ പേരാറായി കഴിഞ്ഞു നോക്കുമ്പോൾ സദസ്സിന്റെ ഓരോ മൂലയിലും ഓരോ ഭാഗത്തും ചിലരും മറിഞ്ഞു തട്ടി വീണിരിക്കുന്നു. ഔസുല്ലാഹുവിന്റെ സാസത്ത് മരിച്ചാൽ ഈമാൻ കൂടിയല്ലാതെ മരിക്കൂല. ഔസുല്ലാഹുവിന്റെ ഖാദിരിയായി മരിച്ചാൽ ഈമാനില്ലാതെ മരിക്കൂല. ഈമാനോടെ മാത്രമേ ഖാദിരിയാക്കൾ മരിക്കുകയുള്ളൂ. കാരണം അവർക്ക് അല്ലാഹു കൊടുത്ത ഓഫറിൽപ്പെട്ടതാണ്. നിന്റെ മുരീദാരോ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുന്ന ലക്ക് പറഞ്ഞോവർ. സമയമല്ല മുമ്പിനെ 10 മണിക്ക് നമുക്ക് നിർത്തേണ്ടതുണ്ട്. 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ബഹുമാനപ്പെട്ട ഔസുല്ലാഹുവിന്റെ മദഹിന്റെ ഒരു ഭാഗം പറയാൻ കഴിയുമോ? ഔസുല്ലാഹുവിന്റെ അന്നത്തെ ക്ലാസ് കേട്ടിട്ട് പറയുന്നു, ഞാൻ ഓരോ ഭാഗത്തുള്ളവർ മറിഞ്ഞു തട്ടി വീട്. ഞങ്ങൾ അങ്ങനെ ഓരോന്നിനെടുത്ത് മറമാടാൻ തുടങ്ങി. 20ഓളം മയ്യത്തുകളാ അന്ന് ഞങ്ങൾ മറമാടിയത്. ആ ക്ലാസ്സിൽ മരിച്ചത് 20 ആളുകളാ. അങ്ങനെ 1, 2, 3, 4, 5, 10 എത്ര ക്ലാസുകളിൽ ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ് കേട്ട് മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ലേ ഞാൻ ഉല്ലൂകർ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ചില പ്രസംഗം കേട്ടിട്ട് ബോധം കെട്ട് വീഴുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പെരിങ്ങത്തൂരിലൊരു വാദം, ആ വാദിൽ നമ്മളെ നേതാക്കന്മാരിൽപ്പെട്ടൊരു നേതാവിന്റെ വാദ, ആ ഉസ്താദിന്റെ വാദ കഴിയുമ്പോഴേക്ക് 5 ആളുകൾ ശ്വാസം ബോധം കെട്ട് വീണത് കണ്ടവനാ, അറിഞ്ഞവനാ. ശ്വാസം ഞങ്ങൾ പുല്ലൂകര പഠിക്കുന്ന സമയത്ത് പെരിങ്ങത്തൂരിൽ വാതിന് പോയി. ഞങ്ങളെ കൂട്ടത്തിലൊരു മുത്തഅല്ലിം അതിൽ വീണുപോയി. ആ മുത്തഅല്ലിമിനോട് ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാണ് നിങ്ങൾ വീണാനുള്ള കാരണം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ മഹബ്ബത്ത് അതിങ്ങനെ വർണ്ണിച്ചു പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ലയിച്ചുപോയി. ആ സ്വഹാബത്ത് ഹബീബായ തങ്ങളിലേക്ക് എടുത്ത രംഗം, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം, ഇത് കേട്ട് കേട്ട് ഞാൻ അറിയാതെ വീണുപോയതാ. അങ്ങനെ വഴക്ക് പറയുന്ന മഹാന്മാരത്രേ. നമ്മളെ അതിനെവിടെ ക്വാളിറ്റി എങ്കിലും റബ്ബേ നന്നാകണമെന്നുള്ള ചിന്തയാണ്, രക്ഷപ്പെടണമെന്നുള്ള ബോധത്തോടെയാണ്, അതേ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. ഞങ്ങളെ ഹൈവാക്കല്ലേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന സദസ്സാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ സദസ്സാണ്. കബൂലാക്കണേ അല്ലാഹ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതോകിൽ അവരെ ദുആയും ബറകത്തും കിട്ടുമേ. ആഖിറം തന്നെ കോതിയുള്ള ലോകേരെ, ആഖിറം തന്നെ കോതിയുള്ള ലോകേരെ അവരെ മുരീദായി കൊള്ളുവിൻ അപ്പേരെ. ആഖിറം കൊതിയുണ്ടോ?
അവന്റെ മുരീദായിക്കൊള്ളൂ. ചിലർക്കൊരു തോന്നലുണ്ട്, മുരീദാകണമെങ്കിൽ ആരോടൊപ്പം പോയിട്ട് ദിക്ർ വാങ്ങണമെന്ന്. വേണ്ട എന്ന് പറഞ്ഞാൽ ദിക്ർ വാങ്ങണ്ട എന്നല്ല പറഞ്ഞത്. ശൈഖുനാ ഖുതുബുൽ ആലമിന്റെ ജീവിതത്തിൽ ഇതിനൊക്കെ തെളിവുണ്ടെന്റെ മുഅ്മിനേ. ഒരു ഉസ്താദ് ചെന്നു ശൈഖുനാന്റെ അടുത്ത് ത്വരീഖ് വേണം, എനിക്ക് ത്വരീഖ് വേണം. നിനക്ക് ഞാൻ ത്വരീഖത്ത് തന്നിരിക്കുന്നു. പോകാം. ആ ഉസ്താദിങ്ങ് പോന്ന് നാട്ടിലെത്തിയിട്ട് വന്ന് എനിക്ക് ശൈഖുന ത്വരീഖത്ത് പരിച്ച് ഏതാ ദിക്ർ? ദിക്റുണ്ടോ? എന്നോട് ത്വരീഖത്ത് തന്നു എന്നാ പറഞ്ഞത്. ദിക്റെന്നില്ലേ? ഇങ്ങനൊരാളാ ചെന്ന് ദിക്ർ വാങ്ങണ്ടേ? ത്വരീഖത്താകുമ്പോൾ വീണ്ടും ചെന്നു. ആ മനുഷ്യനാണ് എന്നോട് പറഞ്ഞത്. ആ മനുഷ്യൻ ഇന്ന് ഖബറിലാണ്. അല്ലാഹു വലിയ ദർദ നൽകട്ടെ. ആ ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞതാ പറയുന്നത്. നേരെ ചെന്നിട്ട് ത്വരീഖത്ത് തന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചെന്നു ശൈഖുനാന്റെ അടുത്ത്. ശൈഖുനാ, അങ്ങനെക്ക് ത്വരീഖത്ത് തന്നു എന്ന് പറഞ്ഞു, പക്ഷേ ദിക്ർ തന്നില്ല, എനിക്ക് ദിക്ർ വേണം. അപ്പോഴാണ് ശൈഖുന പറയുന്നത്, മോനെ, ദിക്ർ എന്നുള്ളത് ത്വരീഖിന്റെ വ്യത്യസ്ത നൗകളിൽപ്പെട്ട ഒരു നൗ മാത്രമാണ്. അറബി അറിയുന്നവർക്ക് ഇതിന്റെ മഅന അറിയാം. ത്വരീഖുകളുടെ നൗകളിൽ ഒരു നൗആണ്, ത്വരീഖുകളുടെ നൗകളിൽ ഒരു നൗആണ് ദിക്ർ. അതല്ലാതെയും ത്വരീഖുകളുണ്ട്. ജഅൽതുക ഖാദിരിയ എന്ന് ശൈഖുന പറഞ്ഞാൽ അവൻ ഖാദിരിയാണ്. അങ്ങനെയുള്ള മഹാന്മാർ എത്രേ. അതുകൊണ്ട് മുഅ്മിനെയോ ചൊല്ലു അവന്റെ പേരിൽ ഫാത്തിഹ. എപ്പോഴും എഴുന്നേറ്റാൽ ഒരു ഫാത്തിഹ ഓതണം. ശൈഖുനാ ഖുതുബുൽ അഖ്താബ് ഔസുല്ലാലമിന്റെ പേരിൽ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ. ഏത് വിഷയം വരുമ്പോഴും അവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. ഞാൻ ചില മേത്തറുകൾ കാറിൽ വെച്ചിട്ടായിരുന്നു വന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ മേത്തർ കാണാനില്ല. സുബ്ഹാനല്ലാഹ്, ഞാനെന്ന് പറയും. ഇവിടെ വന്നപ്പോഴാണ് എന്നോട് ഉസ്താദൊക്കെ പറയുന്നത്, ഔസുല്ലാലമിന്റെ മദ്ഹ് പറയണം. എന്റെ മുന്നിലാണെങ്കിലോ മുത്തുനിബിതങ്ങളുടെ മദ്ഹിന്റെ മേത്തറുണ്ട്. പക്ഷേ ഔസുല്ലാലമിന്റെ മദ്ഹിന്റെ മേത്തർ കാറിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു തപ്പിയപ്പോൾ മേത്തർ കാണാനില്ല. എന്ത് ചെയ്യും? അപ്പോഴാണ് ഞാൻ ഇതിന്റെ കാര്യം വരുമ്പോഴും സ്റ്റേജിലിരുന്നപ്പോഴും പൊട്ടിച്ചു ബഗ്ദാദിലെ ഒരു ഫാത്തിഹ. എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറകത്തും യത്തൂമേ. ഈ സമയം എത്രയും ഞാൻ പ്രസംഗിച്ചതിന്റെ വിശ്വാസം അവരുടെ പേരിലുള്ള ഫാത്തിഹയുടെ ബറകത്താ. ഞങ്ങൾക്ക് മരണം വരെ നീ നിർത്തണേ റഹ്മാനേ. ഞാൻ പറയുന്നു, പലപ്പോഴും പേരോട് ഉസ്താദ് പറയാറുണ്ട്, ചില സ്റ്റേജുകളിലേക്കൊക്കെ ചെന്നാൽ ഞാൻ ചില പ്രസംഗങ്ങൾ പ്രസംഗിക്കും, ഞാൻ പോലും മനസ്സിൽ കരുതിയിട്ടില്ല. കാരണം അല്ലാഹു ഖൽബിലേക്ക് ഇട്ടു തന്നതാണ്. ഉസ്താദുമാരുടെ ബറകത്താ, മശായിഖന്മാരുടെ പൊരുത്തമാ. അതുകൊണ്ട് മുഖറബാകണോ, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യത്തിലേക്ക് വരണം. ഒന്ന് തഹജ്ജുദ് നിർബന്ധമായും ജീവിതത്തിൽ സ്ഥിരമാക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനമാകണം. അത് പേരിനായാൽ പോരാ. ഔസുല്ലാലം 1000 നിസ്കരിച്ചത്, 100 നമുക്ക് കഴിയൂല, ഒരു 10 കഴിയൂല, ഒരു 4 നിസ്കരിക്കാൻ തയ്യാറാകണേ മുഅ്മിനേ. ഉള്ളാളം തങ്ങൾ അനുയായിയാണോ? 11 റക്അത്ത് നിസ്കരിച്ച മഹാനാണ് ഉള്ളാളം തങ്ങൾ. വയസ്സായപ്പോഴും 11, ചെറുപ്പകാലത്തും 11, ഞാനൊരു 3 നിസ്കരിക്കാൻ എന്റെ സ്വസത്തുകാരാ, സുന്നത്തെ മായത്തിന്റെ പ്രവർത്തകരെ തയ്യാറാകണം. അതേ ഉള്ളാളം ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഔലിയാക്കന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതണം. ഔസുല്ലാലമിന്റെ പേരിൽ ഇടക്കിടക്ക് ഫാത്തിഹ ഓതുന്ന ആളാളം ഞങ്ങൾ പാപ്പാ ഓതണം. നമ്മൾ ഫാത്തിഹ ഏത് വിഷയം വരുമ്പോഴും ഔസുല്ലാലമിന്റെ പേരിൽ ഫാത്തിഹ ഓതണം. അത് നമുക്ക് വലിയ ഫതഹിന് കാരണമാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ ഇവിടുന്ന് എല്ലാ സംസാരങ്ങളും നീ പൊരുത്തപ്പെട്ട അമലായി ആഖിറത്തിൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ മരണം വരെ മദ്ഹിലായി ജീവിക്കാൻ, മൗലിദിലായി ജീവിക്കാൻ, ഖുത്ബിയത്തിലായി ജീവിക്കാൻ, റാത്തിബിലായി ജീവിക്കാൻ, മഹബ്ബത്ത് റസൂലിലായി ജീവിക്കാൻ, മുഖറബായി ജീവിക്കാൻ, മുഹിബായി ജീവിക്കാൻ, മുത്തഖിയായി ജീവിക്കാൻ, ഖാശിയായി ജീവിക്കാൻ, അവസാനം ആശിഖായി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ.
ഭാഗ്യം തരണേ റഹ്മാനേ. എത്ര ആളുകൾ ഉപദേശം കൊടുത്ത ഉസ്താദിന്റെ ഖബറിലല്ലേ. അങ്ങനെ എത്ര ആളുകൾ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി. ഞങ്ങൾക്ക് എത്ര ഇൽമ തന്ന ഉസ്താദുമാർ ഇന്ന് ഖബറില. എത്ര ഉസ്താദുമാർ ഇൽമ തന്നവർ ഇന്ന് വീട്ടിൽ വിശ്രമമുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ഹദീസിന്റെ ഗ്രന്ഥം ഓതി തന്ന ഉസ്താദാണ് അഹമ്മദ് കുട്ടി ഉസ്താദ്, മറിയുന്ന കട്ടിപ്പാർ ഉസ്താദ്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ തലമുതിർന്ന കുടുംബങ്ങളുണ്ട്. വലിയ വലിയ ആലിമീങ്ങളുണ്ട്. സുൽത്താനുൽ ഉലമയുടെ കൂടെ ജീവിച്ചവർ ഇന്നൊരാളും ഉഷാവറയിലില്ല. എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. സുൽത്താനുൽ ഉലമയുടെ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം ഇന്ന് ഖബറിലാണ്. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ ഇന്നുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഒരുപാട് കാലം നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അഹ്ലു ബൈത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മുത്തക്കോയ തങ്ങൾ എന്ന് പറയുന്ന ജബലിലെ തങ്ങൾ, അതേ വലിയ വലിയ മഹാന്മാർ അത്രേ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാ അഹ്ലു ബൈത്തികൾക്കും ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ആലിമീങ്ങളുടെ തണലിലായുള്ള ദീർഘായുസ്സ് ദീനിന്റെ ഖിദ്മത്തിലായി നീ ഏറ്റി തരണേ അല്ലാഹ്.